SEO മരിച്ചു, അതുകൊണ്ട് ബിസിനസ്സുകാർക്കെല്ലാം വലിയ നഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ന്യൂസ് കൊണ്ടുവന്നു. SEO മരിച്ചു എന്ന് പറയുമ്പോൾ ഗൂഗിളിൻ്റെ ഒരു ഡൊമിനൻസി ഇല്ലാതായി പോകുന്നു എന്നുള്ളതിനാണ് SEO മരിച്ചു എന്നുള്ള രീതിയിൽ അവർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ SEOക്കുള്ള ഒരു നിർവചനം എന്തായിരിക്കും? സെർച്ച് എവരിവെയർ ഒപ്റ്റിമൈസേഷൻ എന്നാണ്. അതായത് ആളുകൾ എവിടെയെല്ലാം സെർച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അവിടെയെല്ലാം നമ്മളുടെ കണ്ടന്റ് വിസിബിൾ ആവണം. സ്മോൾ ബിസിനസ് ഓണേഴ്സിന് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒന്നായി മാറുമോ യഥാർത്ഥത്തിൽ ഈ ഒരു SEO റിസൾട്ട് എന്ന് പറയുന്നത്? കീവേഡ്സ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അതിനെ ഗൂഗിൾ വെന്റിലേറ്ററിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ശരിക്കും പറഞ്ഞാൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെന്റിലേറ്ററിൽ നിർത്തിയിട്ടുണ്ട്. നമസ്കാരം. നമ്മളിന്ന് ഒരു പുതിയ പോഡ്കാസ്റ്റ് സീരീസിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളും ഇൻ്റർവ്യൂവറും ഇൻ്റർവ്യൂയും, അതായത് ആരാണോ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്നത് രണ്ടും ഒരാൾ തന്നെയാണ്, അതായത് ഞാൻ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു SEO ജേണിയിൽ ഞാൻ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നോട് തന്നെയാണ്. പല ആളുകളോടും ആദ്യം ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പല സ്ഥലത്തുനിന്ന് എനിക്ക് നല്ല രീതിയിലുള്ള ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഞാൻ പലപ്പോഴും എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ആ ചോദ്യങ്ങൾക്ക് പലപ്പോഴും ഞാൻ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ നിന്ന് എനിക്ക് തന്നെ റിസൾട്ടുകൾ കിട്ടി. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു ചോദ്യോത്തര പരിപാടിയായിട്ട്, അതായത് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യോത്തര പരിപാടിയായിട്ട് ആ രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂ ആയിട്ടാണ് ഈ ഒരു പോഡ്കാസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓർഗാനിക് ഗ്രോത്ത് ഹബ് ടോക്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിൻ്റെ കൂടെ നിങ്ങൾക്ക് കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് SEO പരമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും. അത് മാത്രമല്ല SEO ജേണിയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പല SEO സീക്രട്സും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടും പറ്റും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു OG ടോക്സ്. SEO മരിച്ചു എന്ന് ഒരുപാട് ആളുകൾ പറയുന്നു. ഈ CNBC ആണെന്ന് തോന്നുന്നു ഒരു ന്യൂസ് കൊണ്ടുവന്നു. അതായത് SEO മരിച്ചു, അതുകൊണ്ട് ബിസിനസ്സുകാർക്കെല്ലാം വലിയ നഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ന്യൂസ് കൊണ്ടുവന്നു. സോഷ്യൽ മീഡിയ മൊത്തമായിട്ട് അത് യഥാർത്ഥത്തിൽ ആഘോഷിക്കുകയായിരുന്നു ഒരുപാട് കാലം. പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പോലും അത് ഷെയർ ചെയ്തിരുന്നു. SEOയിലുള്ളവർ മാത്രമല്ല, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുള്ളവരും ബിസിനസ്സുകാരും ഒക്കെ ആ വീഡിയോ കാണുകയുണ്ടായി. അപ്പോൾ ഒരു പാനിക് അവസ്ഥ അതിനകത്തുണ്ട്. ഇപ്പോൾ പല ആളുകളും പല കമൻറ്റുകളിലും അത് പറയുന്നുണ്ട് SEO മരിച്ചു എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ? SEO യഥാർത്ഥത്തിൽ മരിച്ചോ? ഞാനും അത് കണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ഒരു നാഷണൽ മീഡിയയിലാണ് വന്നത്, ഒരു ഇംഗ്ലീഷ് ന്യൂസ് കണ്ടിരുന്നു. SEO മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മ്യൂസിക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ റീലായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ വന്നിരുന്നു. ആ കാലഘട്ടത്തിൽ എല്ലാവരും നമുക്ക് പരിചയമുള്ള SEO പഠിക്കുന്നവരും SEO ചെയ്യുന്നവരും ബിസിനസ് ഓണേഴ്സും SEO ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളും, അതായത് SEO എന്ന് അറിയാവുന്ന ചില ആളുകൾ, ഇവരെല്ലാം ഷെയർ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഹിന്ദിക്കാരൊക്കെയാണ് കൂടുതലായിട്ട് അത് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലും അത് വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ പലരും നമ്മളോട് ചോദിച്ചിരുന്നു SEO മരിച്ചു, ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ. ഇവിടെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ SEO എന്ന് പറയുന്നത് അങ്ങനെ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ സെർച്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെയാണ് വിവരങ്ങൾ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആളുകൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്, ഇതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ മനുഷ്യൻ അതിൻ്റെ ഈ ആദ്യ കാലഘട്ടങ്ങളിൽ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അറിവുള്ള മറ്റാളുകളോട് ചോദിക്കും. ഇപ്പോഴും നമ്മൾ അങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു നല്ലൊരു ഫുഡ് സ്പോട്ട് കണ്ടു. ആ ലൊക്കേഷനൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. പക്ഷെ നമ്മൾ അവിടത്തേക്ക് പോകുന്ന സമയത്തും നമ്മൾ ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി ഗൂഗിൾ മാപ്പ് ഇല്ലെന്ന് തന്നെ വിചാരിക്കാം, നമുക്ക് ഏകദേശമൊക്കെ ഐഡിയ ഉണ്ട്. പക്ഷെ ഒരു സ്ഥലത്ത് എത്തി, അപ്പോൾ 2 വഴി പോകുന്നു. ഈ സമയത്ത് നമുക്ക് ചോദിക്കണ്ടേ? അപ്പോൾ നമ്മൾ ചോദിച്ചാണ് പല സ്ഥലങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ചോദിക്കുക, അല്ലെങ്കിൽ അന്വേഷിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റിസർച്ച് ചെയ്യുക, ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പണ്ട് മുതലേ ഉണ്ട്. ഇൻഫർമേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമല്ല, മനുഷ്യൻ അവൻ്റെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പല രീതിയിൽ സെർച്ചുകൾ ചെയ്തിരുന്നു. അപ്പോൾ ഈ സെർച്ചൊക്കെ എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നതെന്ന് വെച്ചാൽ, ആദ്യ കാലഘട്ടങ്ങളിൽ ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ച് വെച്ച, അല്ലെങ്കിൽ ഇൻഫർമേഷനൊക്കെ രേഖപ്പെടുത്തി വെച്ച സ്ഥലങ്ങളുണ്ട്. അത് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗുഹാചിത്രങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആളുകൾ ആവശ്യം വരുന്ന സമയത്ത് അത് പോയിട്ട് അന്വേഷിക്കുക, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ നോക്കി പിന്നെ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ലൈബ്രറികളൊക്കെ വന്ന സമയത്ത് വലിയ രീതിയിലേക്ക് ഈ ബുക്കുകളൊക്കെ അടുക്കി വെക്കാൻ തുടങ്ങിയ ഒരു സമയം. ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്ക് യഥാർത്ഥത്തിൽ ആളുകൾ വിവരങ്ങൾ അന്വേഷിച്ചിട്ട് ലൈബ്രറി അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ ലൈബ്രറിയിലേക്ക് പോയിട്ട് ബുക്കുകൾ എടുത്തിട്ട് അതിനകത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമ്മളുടെ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ അവിടെ നിന്ന് കിട്ടുമോ എന്നൊക്കെ അന്വേഷിക്കുന്ന ആളുകളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അറിവുള്ള ആളുകളോട്, ഓരോ വിഷയത്തിലും അറിവുള്ള ആളുകളോട് ചോദിക്കും. ഇപ്പം നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ മുതിർന്ന ആളുകളോട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനെപ്പറ്റി എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് ചോദിക്കും. ഇപ്പോൾ കൃഷിക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് കൃഷി ഇറക്കുന്ന സമയത്ത് നല്ല വിത്തുകൾ എവിടെ കിട്ടുമെന്ന് കൃഷി ഓഫീസർമാരോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോടോ, പണ്ട് കാലത്താണെങ്കിൽ കൃഷി ഓഫീസർമാരില്ലെന്നായിരിക്കാം. അപ്പോൾ പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്ത് വന്നിരുന്ന മുതിർന്ന ആളുകളോട് അവർ ചോദിക്കും.
അപ്പം അങ്ങനെ ചോദിച്ചിട്ടാണ് പല ഇൻഫർമേഷൻസും കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ കാലം പിന്നെ ഒരുപാട് മാറി. കാലം മാറിയ സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാം ഇന്റർനെറ്റിൽ ഡാറ്റകൾ അവൈലബിൾ ആയിട്ട് വന്നു. ഈ ഡാറ്റ ഇന്റർനെറ്റ് ഇത്രയും അവൈലബിൾ ആയിട്ട് വരുന്ന സമയത്ത് ഡാറ്റകൾ മാത്രം ഒരുപാട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിട്ട് വരുമ്പോൾ നമ്മുടെ സെർച്ചിൻ്റെ രീതി മാറി. നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആ സെർച്ച് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്, നമുക്ക് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുണ്ട്, റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, എല്ലാത്തിനും വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സെർച്ച് ഒരു ദിവസം ഇല്ലാതാവില്ല. ഈ ആളുകൾ പലപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ SEO മരിച്ചു എന്ന് പറയുമ്പോൾ ഗൂഗിളിൻ്റെ ഒരു ഡൊമിനൻസി ഇല്ലാതായി പോകുന്നു എന്നുള്ളതിനാണ് SEO മരിച്ചു എന്നുള്ള രീതിയിൽ അവർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അതായത് SEO ഈസ് ഈക്വൽ ടു ഗൂഗിൾ എന്ന് കണക്കാക്കപ്പെട്ടതുകൊണ്ടാണ്. അത് ഒരു പരിധിവരെ സത്യമാണ് കേട്ടോ. കാരണം SEO എന്ന് പറയുമ്പോൾ ഗൂഗിൾ തന്നെ ആയിരുന്നു. കാരണം ഈ ഓൺലൈൻ ഗ്രാവിറ്റിയെ കുറിച്ചിട്ട് ബുക്ക് എഴുതിയ പോൾ മക്കാർത്തനി പറയുന്നുണ്ട്. അതായത് ലോകത്തിൽ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈ ഇന്റർനെറ്റിൽ ഏറ്റവും ഗ്രാവിറ്റി ഉള്ള ഒരു സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഗൂഗിളാണ്. അതുകൊണ്ടാണ് ഗൂഗിൾ പിന്നെ അതിൻ്റെ ഒരു ആധിപത്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിന് SEO മരിച്ചു എന്ന് പല ആളുകളും പറയുന്നത്. പിന്നെ SEO മരിച്ചു എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേ ആയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2017 മറ്റോ ഞാനൊരു നോർത്ത് ഇന്ത്യൻ ഗ്രൂപ്പിൽ ഒരാളെ ശക്തമായിട്ട് ഇതിനു വേണ്ടി വാദിക്കുന്നത് കണ്ടു. അതായത് SEO മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പിന്നീട് ഈ പറയുന്ന കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബിസിനസ്സുകൾ SEO ഉപയോഗിച്ചിട്ട് വലിയ ഈ പറഞ്ഞ പോലെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നത് നമ്മുടെ കൺമുന്നിൽ തന്നെ കണ്ടതാണ്. ഈ പറയുന്ന ആളുകൾ ഈ പറഞ്ഞ പിന്നെ എല്ലാ ആളുകളും പല കാര്യങ്ങൾക്കും വേണ്ടി സെർച്ച് ഉപയോഗിച്ചുകൊണ്ടേ ഇരുന്നുണ്ട്. അപ്പോൾ സെർച്ച് ഏത് കാലത്തോളം ഉണ്ടാവുമോ അത് മനുഷ്യനുള്ളിടത്തോളം കാലം ഉണ്ടാവും. അല്ലെങ്കിൽ മനുഷ്യന് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ നമ്മൾ ഇലോൺ മസ്ക് ഒക്കെ ഈ പറഞ്ഞ പോലെ വിഭാവനം ചെയ്യുന്ന എന്തെങ്കിലും ന്യൂറോ ചിപ്പുകളൊക്കെ നമ്മുടെ തലച്ചോറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഉത്തരം പറയുന്ന രീതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വെറുതെ ഇങ്ങനെ എന്താ പറയുക വിഭാവനം ചെയ്യാണ് കേട്ടോ, ഒരു ഡ്രീം അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ സെർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല, അല്ലെങ്കിൽ ഒരു ടൂൾ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല, അല്ലെങ്കിൽ പുറത്താരോടും ചോദിക്കാനായിട്ട് ശ്രമിക്കില്ല. ആ സമയത്ത് ഒരു പക്ഷേ സെർച്ച് ഇല്ലാതായി പോയേക്കാം. അല്ലാതെ ഒരിക്കലും സെർച്ച് എന്ന് പറയുന്നൊരു സംഭവം ഇല്ലാതാവാനായിട്ട് പോകുന്നില്ല. അത് മാത്രമല്ല, ആളുകൾ ഇൻഫർമേഷൻ ഇപ്പോഴും കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇൻ്റർനെറ്റിലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടാണ്. അത് ഗൂഗിൾ എന്നുള്ളത് മാറിയിട്ട് ഒരുപക്ഷെ പെർപ്ലക്സിറ്റി ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ChatGPT ആവാം, അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾക്ക് കോമറ്റ് എന്ന് പറഞ്ഞിട്ട് പെർപ്ലക്സിറ്റി തന്നെ ബ്രൗസർ വന്നു, ആ ബ്രൗസർ ഉപയോഗിച്ചിട്ടാവാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്രോക്ക്, ഇങ്ങനെയുള്ള പുതിയ പുതിയ സെർച്ച് എഞ്ചിൻസ് വഴിയാവാം. ഇനി വാട്സാപ്പിലേക്കോ അല്ലെങ്കിൽ മെറ്റയുടെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിലേക്കോ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് വന്നേക്കാം. ഇനി അതുമല്ല മാറിയിട്ട് ഇനിയിപ്പോൾ നമ്മുടെ കാർ ആക്സസറീസ് ഉണ്ട്, നമ്മുടെ പിന്നെ ഉപയോഗിക്കുന്ന വാച്ചുകളിൽ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒരുപക്ഷെ സെർച്ച് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി വന്നേക്കാം. അപ്പോൾ അതൊരു പക്ഷേ അവരുടെ തന്നെ ഇൻബിൽട്ട് ആയിരിക്കാം. ഏത് പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത്, ഈവൻ സാംസങ് ആണ് ഉണ്ടാക്കുന്നത്, സാംസങ്ങിൻ്റെ തന്നെ ഒരു സെർച്ച് എഞ്ചിൻ വന്നേക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ തന്നെ ഒരു സെർച്ച് എഞ്ചിൻ വന്നേക്കാം. അപ്പോൾ ആ രീതിയിലേക്ക് സെർച്ച് ഡൈവേഴ്സിഫൈ ചെയ്ത് പോകുന്നു എന്നല്ലാതെ സെർച്ച് ഒരിക്കലും മരിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ SEO മരിച്ചിട്ടില്ല, അതായത് അത് SEO മാറി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ SEOക്കുള്ള ഒരു നിർവചനം എന്തായിരിക്കും? അതിനെ പറ്റി ഏറ്റവും നല്ലൊരു ഡെഫിനിഷൻ എന്തായിരിക്കും? അല്ലെങ്കിൽ എന്താണ് ഇനി ഉള്ള കാലത്തെ SEO? SEOയുടെ ഒരു പുതിയ ഡെഫിനിഷൻ എന്ന് നമുക്ക് ശരിക്കും പറയാൻ പറ്റുന്നത്, SEO എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്കറിയാം സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഇപ്പോൾ സയൻറ്റിഫിക്കലി നമുക്കിപ്പോൾ നിലവിൽ AI സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ജനറേറ്റീവ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നതും നിലവിലുള്ള ട്രഡീഷണൽ SEO വർക്ക് ചെയ്യുന്നതും ഇതിൻ്റെ എല്ലാം ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സെർച്ച് എവരിവെയർ ഒപ്റ്റിമൈസേഷൻ എന്നാണ്. അതായത് ആളുകൾ എവിടെയെല്ലാം സെർച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അവിടെയെല്ലാം നമ്മളുടെ കണ്ടന്റ് വിസിബിൾ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെർച്ച് എവരിവെയർ ഒപ്റ്റിമൈസേഷൻ എന്നുള്ള രീതിയിലേക്ക് നമുക്കൊരു ഡെഫിനേഷൻ അതിന് സയൻറ്റിഫിക്കായിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റും. അതുമാത്രമല്ല അതിൻ്റെ പ്രോസസ്സിന് സയൻറ്റിഫിക്കായിട്ട് നമുക്ക് പറയുമ്പോൾ മറ്റ് പല കാര്യങ്ങളും കൂടെ ഒക്കെ പറയേണ്ടി വരും. അതായത് റെലവൻസ് എഞ്ചിനീയറിങ്, വിസിബിലിറ്റി എഞ്ചിനീയറിങ് എന്നൊക്കെ രീതിയിലേക്ക് നമുക്ക് പറയേണ്ടതായിട്ട് വരും. പക്ഷേ ഇവിടെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ നമുക്ക് ശരിക്കും പറയുന്നതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ സെർച്ച് എവരിവെയർ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ വിവരങ്ങൾ അന്വേഷിച്ചിട്ട് ഇപ്പോൾ ഗൂഗിളിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, റെഡിറ്റിനകത്ത് ആളുകൾ സെർച്ച് ചെയ്യാറുണ്ട്. അതൊരു മിനി സെർച്ച് എഞ്ചിൻ പോലെ അത് വർക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആളുകൾ കുറേ ഫോറങ്ങളിൽ സെർച്ച് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയകളിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ഒരു വലിയ സെർച്ച് എഞ്ചിനാണ്, ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനാണ് യൂട്യൂബ്, അതിനകത്ത് സെർച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റയിൽ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ഫീച്ചേഴ്സ് വരാനായിട്ട് പോകുന്നുണ്ട്. ഓൾറെഡി ഇപ്പോൾ അതിനകത്ത് നമുക്ക് സെർച്ച് ചെയ്യാം, എല്ലാ പ്ലാറ്റ്ഫോമുകളിലും സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടെയാണോ നമ്മളുടെ കസ്റ്റമേഴ്സ് ഉള്ളത് ആ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ച് നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സർവീസിൻ്റെ കസ്റ്റമർ ആവാൻ സാധ്യതയുള്ള ആളുകൾ അവർ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നത്
ഞാൻ വലിയ ടേംസ് ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന വെച്ചാൽ അവരെവിടെ നിന്നൊക്കെയാണോ ഈ കണ്ടന്റ് വാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർ കണ്ടന്റുകൾ വായിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ചിട്ട് ആ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യുക. അത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ AI സെർച്ച് എഞ്ചിനൊക്കെ വന്നപ്പോഴേക്ക് സെർച്ചിൻ്റെ രീതിയും കുറേ മാറിയിട്ടുണ്ട്. അതായത് മൾട്ടി മോഡൽ സെർച്ച് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാളൊരു ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിന് ഒരു പ്രോബ്ലം ആയിട്ട് ആണ് ഈ AI സെർച്ച് എഞ്ചിൻ കാണുന്നത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കൊടുക്കണം. അപ്പോൾ അതിന് ഒരു സ്ഥലത്ത് മാത്രമല്ല അത് സെർച്ച് ചെയ്യുന്നത്, അത് മൾട്ടി മോഡൽ സെർച്ച് എന്നുള്ള രീതിയിലേക്ക് പോകും. അതായത് ഇതിനെ പറ്റിയിട്ട് ഏതെങ്കിലും വീഡിയോകളിൽ, പോഡ്കാസ്റ്റുകളിൽ, അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോകളിൽ, ഫോറങ്ങളിൽ, വെബ്സൈറ്റുകളിൽ, അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈവൻ കമൻറ്റുകളിൽ, യൂസർ ജനറേറ്റഡ് കണ്ടന്റുകളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു പ്രോബ്ലത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കും. ആ നോക്കിയതിന് ശേഷം ഇതിനെ ഈ പറഞ്ഞ പോലെ സിന്തസൈസ് ചെയ്തിട്ടാണ് ഒരു ആൻസർ ജനറേറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം നമ്മളൊരു പക്ഷേ എന്ത് ചെയ്യേണ്ടി വരും? ഈ സെർച്ചിനെ, അല്ലെങ്കിൽ ഈ സെർച്ചിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് നമ്മുടെ കണ്ടന്റ് വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സെർച്ച് എവരിവെയർ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതിനൊരു സയൻറ്റിഫിക് ആയിട്ടൊരു ഡെഫിനിഷനായിട്ട് നമുക്കിപ്പോൾ പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് SEO പ്രാക്ടീസ് ഒരുപാട് മാറി എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാലത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ പ്രാക്ടീസുകളാണ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളത്? അതൊന്ന് കറക്റ്റായിട്ടൊന്ന് വിശദീകരിച്ച് തരാമോ? പറഞ്ഞത് ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു പഴയ കാലത്തെ SEO പ്രാക്ടീസ് ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മളിവിടെ കേരളത്തിൽ ഇപ്പോഴും ഈ പറയുന്ന പോലെ കീവേഡുകൾ പിന്നെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു SEO പ്രാക്ടീസാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചെയ്യുന്നതും. ആ എക്സാക്റ്റ് കീവേഡിനെ മാച്ച് ചെയ്യുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ കീവേഡ് എത്രത്തോളം നമ്മുടെ കണ്ടന്റിലുണ്ട് എന്ന് പിന്നെ ഉറപ്പ് വരുത്തി ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് നമ്മുടെ ഇവിടുത്തെ ഒരു SEO പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാറിയിട്ട് കാലം കുറേ ആയെങ്കിലും നമ്മൾ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ ഇവിടെയുള്ളൊരു SEO പ്രാക്ടീസ് അധികം മാറിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നമുക്കറിയാം പല ഏജൻസികളും ഇത്ര കീവേഡിന് ഇത്ര പിന്നെ റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. വരുന്ന ബിസിനസ് ഓണേഴ്സ് പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇത്ര കീവേഡാണ് റാങ്ക് ചെയ്ത് വരേണ്ടത്, അപ്പോൾ അതിന് ഇത്ര പിന്നെ എത്ര റേറ്റ് ആവും, അതിന് നിങ്ങളുടെ പാക്കേജ് എന്താണ്? ഈ രീതിയിലാണ് പലപ്പോഴും ബിസിനസ് ഓണേഴ്സും ചോദിക്കുന്നത്. അതുകൊണ്ട് ഏജൻസികളെ മാത്രം ആ വിഷയത്തിൽ നമുക്ക് ഒരിക്കലും ബ്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കീവേഡ് സെൻട്രിക് ആയിട്ടുള്ളൊരു SEO മാറിയിട്ട് കാലങ്ങൾ കുറേയായി. സെമാൻറ്റിക് സെർച്ച് എഞ്ചിനായിട്ട് ഗൂഗിൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം മുതൽ തന്നെ, ഇവനൊരു 2013 മുതൽ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട്. ആ കാലഘട്ടം മുതൽ തന്നെ യഥാർത്ഥത്തിൽ ഈ പ്രോപ്പർ കീവേഡ് അതിനെ മാച്ച് ചെയ്ത് നോക്കുക. അതായത് പണ്ട് കാലത്ത് പറഞ്ഞിരുന്ന ഈ ടെക്സ്റ്റ് ബേസ്ഡ് സെർച്ചിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ഈ പിന്നെ എന്താ പറയുക, സെർച്ച് ചെയ്യുന്ന കീവേഡുകൾക്ക് പ്രോപ്പറായിട്ടുള്ള കീവേഡുകൾ എവിടെയൊക്കെ ഉണ്ടോ, കണ്ടീഷണലാണത്. കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ ഈ കീവേഡ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടോ, അത് URL അത് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ വന്നിട്ടുണ്ടോ, പിന്നീട് ഇമേജിൻ്റെ ഓൾ ടാഗിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പറഞ്ഞ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് അതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ടുണ്ടോ, പിന്നീട് ബോഡി കണ്ടന്റിനകത്ത് ഇത് എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലൊരു കണ്ടീഷണലായിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു പരിപാടി പണ്ട് ടെക്സ്റ്റ് ബേസ്ഡ് സെർച്ചിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ഈ രീതിയിൽ അൽഗോരിതം വന്നുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് സെമാൻറ്റിക് സെർച്ച് എഞ്ചിൻ്റെ ഒരു കാലഘട്ടം വരുന്ന സമയത്ത് 2013 ശേഷം ഇതൊക്കെ ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ ചോദ്യത്തിൻ്റെ മീനിങ് എന്താണ്, ഇയാൾ ആ എന്താ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ കണ്ടെത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഗൂഗിൾ എൻറ്റിറ്റി ഫസ്റ്റ് ഇൻഡെക്സിങ് ഒക്കെ കൊണ്ടുവന്നിരുന്നു. അതായത് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്, അപ്പോൾ ആ ഉത്തരം കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ കീവേഡ് മാച്ച് ചെയ്ത് നോക്കുകയല്ല ചെയ്യാം. ആദ്യ കാലഘട്ടങ്ങളിൽ ഗൂഗിളിന് TF-IDF എന്നുള്ളൊരു സ്കോർ ഉണ്ടായിരുന്നു. അതായത് ടേം ഫ്രീക്വൻസി, ഇൻവേഴ്സീവ് ഡോക്യുമെൻ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞൊരു പിന്നെ ഒരു തിയറി തന്നെ ഉണ്ടായിരുന്നു. അല്ലാതെ അതിന് ഒരു ഫോർമുല ഉണ്ടായിരുന്നു, തിയറി അല്ല, ഒരു ഫോർമുല ഉണ്ടായിരുന്നു ഇത്തരത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി. ഇത് ഒരു ഏകദേശമൊക്കെ ഈ TF-IDF എന്ന് പറയുന്നത് പിന്നെ ടേം ഫ്രീക്വൻസി വെച്ചിട്ടാണ്. അപ്പോൾ ഇത് പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴേക്ക് ഇതിന് അത്ര വലിയൊരു പ്രാധാന്യമില്ല. ഗൂഗിൾ തന്നെ ബെസ്റ്റ് മാച്ച് 25 BM25 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ കൊണ്ടുവന്നപ്പോഴേക്ക് ഇത് ശരിക്കും മാറി. എന്ന് വെച്ചാൽ പിന്നെ ഏറ്റവും ഈ പറഞ്ഞ പോലെ ഒരു ഫോർമുല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗൂഗിൾ റാങ്കിങ്ങിന് വേണ്ടിയിട്ട് പരിഗണിച്ചുകൊണ്ടിരുന്നത് ഈ BM25 എന്ന് പറയുന്ന ഇതിനെയായിരുന്നു. TF-IDF സ്കോർ നോക്കുമെങ്കിൽ പോലും അതിനേക്കാളും നല്ല ആക്യുറേറ്റ് ആയിട്ട് റിസൾട്ടുകൾ കൊടുക്കാൻ പറ്റുന്ന ഈ BM25 ആയിട്ട് അവർ കണക്കാക്കിയിരുന്നു. ഇത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഈ BM25 കുറിച്ചൊന്നും കൂടുതലായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകണ്ട. അത് നമ്മൾ നാച്ചുറലി ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ കണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ സംഭവിച്ചോളും അതിനകത്ത്.
അപ്പോൾ ഈ BM25 ഒക്കെ ഈ പറഞ്ഞ പോലെ അതും കഴിഞ്ഞതിന് ശേഷം ഈ എൻറ്റിറ്റി ഫസ്റ്റ് ഇൻഡെക്സിങ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്തുള്ള ഒരു ഇൻഗ്രീഡിയൻസ് നമുക്കറിയാം. ഇപ്പോൾ ചിക്കൻ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ അതിന് മെയിനായിട്ട് ചിക്കൻ വേണം. അപ്പോൾ അതിനകത്ത് പിന്നെ മസാലാസ് വേണം, പിന്നെ റൈസ് വേണം. ഇത് തന്നെ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർക്കുമ്പോഴാണല്ലോ ഇതൊരു ചിക്കൻ ബിരിയാണി ആയിട്ട് വരുന്നത്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈ ചിക്കൻ മാറി മട്ടൻ ആകുമ്പോൾ അത് എൻറ്റയർലി ഡിഫറെൻറ്റ് ഡിഷായി, അതൊരു മട്ടൻ ബിരിയാണിയായി. അതുപോലെ തന്നെ പല ആർട്ടിക്കിളിനകത്ത് ഈ പറഞ്ഞ പോലെ എൻറ്റിറ്റീസ് ഈ മാറുന്ന സമയത്ത് ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റോ ടോപ്പിക്കോ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഗൂഗിൾ എപ്പോഴും എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവർ പ്രതീക്ഷിക്കുന്ന കുറേ എൻറ്റിറ്റീസ് ഉണ്ട്, അപ്പോൾ അതല്ലെങ്കിൽ അതിൻ്റെ കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ കണക്ട് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു നല്ല റെലവൻ്റ് ആയിട്ടുള്ള പിന്നെ ഒരു വെബ് പേജ് ഏതാണോ എന്നാണ് നേരത്തെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ AI സെർച്ചിൻ്റെ കാലഘട്ടം വരുമ്പോഴേക്ക് ഇത് കുറേയൊക്കെ മാറി. എങ്കിലും എൻറ്റിറ്റി ബേസ്ഡ് SEO എന്ന് പറയുന്നത് AI സെർച്ചിൻ്റെ ഒരു ബേസ് തന്നെയാണ്, അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം ഒരാൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ ആ ചോദിച്ചതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഉത്തരം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ എന്ത് എൻറ്റിറ്റിയെക്കുറിച്ചാണ് ആൾ ചോദിച്ചത്. ഇപ്പോൾ ഒരു നല്ലൊരു റണ്ണിങ് ഷൂസാണ് ചോദിച്ചതെങ്കിൽ റണ്ണിങ് ഷൂസ് വിൽക്കുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ അല്ലെങ്കിൽ എൻറ്റിറ്റീസ് ഏതൊക്കെയാണ് എന്നത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഉള്ളതുപോലെ കീവേഡ്സിനെ നമ്മൾ ഓവറായിട്ട് സ്റ്റെപ്പ് ചെയ്ത് വരുന്ന ഒരു പ്രാക്ടീസ് ഉണ്ടല്ലോ, ആ പ്രാക്ടീസിനെ നമ്മൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക തന്നെ വേണം. പകരം നമ്മൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി നമ്മൾ കൊടുക്കുന്ന രീതിയിലേക്ക്, എൻറ്റിറ്റി ക്ലാരിറ്റി എന്നാ പറയാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പഴയ ഈ പ്രാക്ടീസ് ഉണ്ടല്ലോ, അതായത് ഇതിനകത്ത് ഒഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രാക്ടീസ് എന്ന് പറയുന്നത് കീവേഡ് സ്റ്റെപ്പ് ചെയ്ത് വെക്കുന്നത് തന്നെയാണ്. ആ സംഭവം പൂർണ്ണമായിട്ട് ഔട്ട്ഡേറ്റഡ് ആവാനായിട്ട് പോവുകയാണ്. പൂർണ്ണമായിട്ട് ഔട്ട്ഡേറ്റഡ് ആയി എന്ന് തന്നെ പറയാം. കാരണം AI സെർച്ചിൻ്റെ ഒരു കാലഘട്ടത്തിൽ കീവേഡ് അങ്ങനെ വന്നതുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും റാങ്ക് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. കീവേഡിനെ നമുക്ക് ജസ്റ്റ് ആളുകൾ സെർച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പരിഗണിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം മാറ്റേണ്ട ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കീവേഡിന് വേണ്ടിയിട്ട് നമ്മളുടെ വെബ്സൈറ്റുകൾ ഒപ്റ്റിമൈസ് ചെയ്യുന്ന ആ ഒരു രീതി മാറ്റി ഒരു ടോപ്പിക് ഫസ്റ്റ് SEO അപ്രോച്ചിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന SEO പ്രാക്ടീസുകളിൽ ചിലതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ SEO എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് മാറണം, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് മാറാൻ പോവാണോ? എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്? SEO പണ്ടും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല, ഇന്നുമല്ല. പക്ഷെ എന്ന് വെച്ചാൽ അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. സോഷ്യൽ മീഡിയയിലൊരു പോസ്റ്റ് ഇട്ടിട്ട് വൈറലാക്കുന്നത് പോലെ നമുക്ക് SEOയിൽ ഒരു റിസൾട്ട് എടുക്കാനായിട്ട് പറ്റില്ല. ആ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റും. അത് അന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. കാരണം അതിനകത്ത് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്ലാനിങ് വേണം. അപ്പോൾ ഈ മാറിയ കാലത്ത് ഇത് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്ത് വന്ന രീതികൾ നമുക്ക് പെട്ടെന്ന് മാറ്റിയിട്ട് പുതിയൊരു പിന്നെ എന്താ പറയുക സ്ട്രാറ്റജിയിലേക്ക് അല്ലെങ്കിൽ പുതിയ പ്രാക്ടീസിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ. അതിനകത്ത് നമ്മളൊരു എന്താ പറയുക, ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ കുറച്ചുകൂടി ഈസി ആകുന്നത്. നമ്മൾ നേരത്തെ കീവേഡ് സെൻട്രിക് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ഇന്ന രീതിയിൽ മാത്രം നമ്മൾ പോയിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ മാറിയിട്ട് നമ്മളൊരു പ്രോബ്ലത്തിൻ്റെ എല്ലാ വശങ്ങളെയും പരിഗണിച്ചുകൊണ്ട്, ഇതൊക്കെ തന്നെയാണ് പല മീഡിയാസും ഒക്കെ ചെയ്യുന്നത്. കാരണം ഈ നിങ്ങൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ആംഗിളുകളും അവർ കവർ ചെയ്യും, എല്ലാ ആംഗിൾസും കവർ ചെയ്തിട്ടാണ് അവർ എഴുതുക. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മുടെ കണ്ടന്റിൻ്റെ ഒരു പ്ലാനിങ്ങിലും എല്ലാ ആംഗിൾസും ഒക്കെ കവർ ചെയ്ത് ഈ ചോദ്യം ചോദിക്കുന്ന ഒരാൾ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റ് ചോദ്യങ്ങൾ, അപ്പോൾ അതും കൂടിയൊക്കെ പരിഗണിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യും, അതിനനുസരിച്ചിട്ട് SEO ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആ രീതിയിലേക്ക് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു മെഷീൻ പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. നേരത്തേക്ക് ഈ പറഞ്ഞ പോലെ ഒരു രാവിലെ വന്നിരുന്നിട്ട് SEO ടൈറ്റിൽ ഒപ്റ്റിമൈസ് ചെയ്യുക, മെറ്റാ ഡിസ്ക്രിപ്ഷൻ എഴുതുക, കുറച്ച് കണ്ടന്റ് എഴുതുക, പിന്നെ കുറേ ബാക്ക് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയെങ്കിലുമൊക്കെ റാങ്ക് ചെയ്ത് പോകും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഉണ്ടാവില്ല തീർച്ചയായിട്ടും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് AI ഈ ആൻസേഴ്സ് പിക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന വെബ്സൈറ്റുകൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരിക്കണം, അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആയിരിക്കണം. ബ്രാൻഡഡ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പിന്നെ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഒരു ബ്രാൻഡിനെ കുറിച്ചല്ല. അതായത് ഒരു വെബ്സൈറ്റിന് വേണ്ട ഒരു ബ്രാൻഡിങ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് അത് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കണം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരിക്കണം. അതായത് അതിൻ്റെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ അതിനകത്ത് ആർട്ടിക്കിൾ എഴുതുന്ന ആളുകൾ, ഇവർക്കൊക്കെ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ട്രസ്റ്റ് ഉള്ള വെബ്സൈറ്റ് ആയിരിക്കണം, അതിനകത്ത് പ്രസിദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്ന കണ്ടന്റുകൾക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം.
അതിൽ ഈ പറയുന്ന പോലെ എന്താ പിന്നെ തെറ്റുള്ള കാര്യങ്ങൾ വരാൻ പാടില്ല, മിസ്ഇൻഫർമേഷൻസ് വരാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ വിഷയത്തിൽ, ഈ എഴുതുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ വെബ്സൈറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു ടോപ്പിക്കിനകത്ത് അവർക്കൊരു അതോറിറ്റി ഉണ്ടാവുകയും വേണം, ഒരു ടോപ്പിക്കൽ എക്സ്പെർട്ടൈസ്നെസ് എന്ന് പറയുന്നത്. അതുകൂടാതെ പിന്നെ കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ കോമ്പിറ്റൻ്റ് ആയിട്ട് അവർ നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നോക്കും. അതായത് അങ്ങനെയുള്ള വെബ്സൈറ്റുകളെയാണ് പൊതുവെ ബ്രാൻഡഡ് വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത്. അതല്ലാതെ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഒരു വലിയ കമ്പനിയുടെ വെബ്സൈറ്റിനല്ല ബ്രാൻഡഡ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. വലിയ കാണാൻ വലിയ ഭംഗിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ എന്താ പറയുക ലുക്ക് ആൻഡ് ഫീലോ ഒക്കെ ഉള്ള വെബ്സൈറ്റുകളല്ല ബ്രാൻഡഡ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞ പാരാമീറ്റേഴ്സ് ഒക്കെ പാലിക്കുന്ന വെബ്സൈറ്റുകളെയാണ് ബ്രാൻഡഡ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലേക്ക് ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് ഒക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നേരത്തെ ചെയ്തു വന്ന പ്രാക്ടീസുകൾ ചെയ്താൽ പോരാ. അപ്പോൾ അതുകൊണ്ട് പല ആളുകൾക്കും എഫേർട്ട് എടുക്കേണ്ടി വരും, എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ എക്സ്ട്രാ എഫേർട്ട് യഥാർത്ഥത്തിൽ എസ് ഭാഗമാണ്. അതിനെ നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് കാണുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ എസ് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്ക് ആയിട്ട് മാറുന്നത്. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും നമുക്ക് ഈ ഡിഫറൻറ്റ് പോർട്ട്ഫോളിയോയിലുള്ള ആളുകൾക്ക് ഇതിനകത്ത് പിന്നെ ഒരുമിച്ചിരുന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതല്ല, ഒരു ഫ്രീലാൻസർ ആണെന്നുണ്ടെങ്കിൽ തന്നെ അയാൾക്ക് ഇപ്പോൾ കണ്ടന്റ് റൈറ്റർ ഹയർ ചെയ്തിട്ടും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ പിന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും, ഓട്ടോമേറ്റ് ചെയ്തിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ആ രീതിയിലേക്ക് നോക്കുമ്പോൾ ഇതങ്ങനെ ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇതിനു വേണ്ടി മെനക്കെടണം. മെനക്കെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അപ്പോൾ SEO എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയൊരു ജോലിയല്ല. സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നത് പോലെ നമുക്ക് അത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്ന അത്ര ഈസിയാന്ന് പറഞ്ഞത്, സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഓഡിയൻസിൻ്റെ ഒരു സൈക്കോളജി മനസ്സിലാക്കി ആ ഒരു ആദ്യത്തെ 3 സെക്കൻഡ്സിൽ ഇത് അവരെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. അത് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വർക്കൗട്ട് ആവില്ല, എത്ര നല്ല കണ്ടന്റ് ആയാൽ പോലും. അപ്പോൾ അതും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ആ രീതിയിൽ പോലും പിന്നെ എന്താ പറയുക, ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല ഈ SEO എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ അതിൽ ഈ പറഞ്ഞ പോലെ കണ്ടന്റ് ഇട്ട് പോകുന്നത് പോലെ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇടാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഒരു പിന്നെ രീതിയിലേക്കല്ല പോകേണ്ടത്. ഒരു ഓവറോൾ ഒരു സ്ട്രാറ്റജി നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ട് പോകേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഉണ്ട്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ സെർച്ച് എവരിവെയർ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ വെബ്സൈറ്റിൽ മാത്രം നമ്മൾ കണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്താൽ പോരാ. നമ്മളെപ്പറ്റി എവിടെയൊക്കെ മെൻഷൻ വരുന്നുണ്ട്, നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടന്റ് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ പോഡ്കാസ്റ്റുകൾ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വീഡിയോസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഡിസ്കഷൻസ് നടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ പ്രസൻസ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. റിവ്യൂ പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ റിവ്യൂസ് വഴി നമ്മുടെ പ്രസൻസ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പല രീതിയിലേക്ക് നമ്മൾ ഇതിനെ ഈ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് നമ്മളൊരു ഒപ്റ്റിമൈസേഷൻ സ്ട്രാറ്റജി കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ടാണ് സെർച്ച് എവരിവെയർ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. ഈ എഫേർട്ടിന് നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് കാണേണ്ടത് ആവശ്യമില്ല. ഇതാണ് SEO. ഇനിയുള്ള SEO എന്ന് പറഞ്ഞാൽ ഇതാണ്, അത് മനസ്സിലാക്കുക. ഇതിനനുസരിച്ചിട്ട് ജോലി ചെയ്യാനായിട്ട് നമ്മളെ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യുക, അതാണ് ഇനി ചെയ്യേണ്ടത്. അത് പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, നിങ്ങളുടെ ഒരു പോഡ്കാസ്റ്റ് ഈ അടുത്തുണ്ടായിരുന്നല്ലോ, അതിനകത്ത് ഒരു കമൻറ്റ് വന്നിരുന്നു. ഒരാൾ ചോദിക്കുന്നു 2026 SEO ഒരു നല്ലൊരു കരിയറായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളതിന് മറുപടി പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നല്ലൊരു കരിയർ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ മറ്റു ചില കമൻറ്റുകൾ അതിനകത്ത് കാണുന്നുണ്ട്, ഒരിക്കലും SEO നല്ലൊരു കരിയർ അല്ല എന്നുള്ളത്. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ SEO നല്ല കരിയർ ആയിരിക്കും 2026 എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന്? ഓക്കെ, അങ്ങനെ ചോദിച്ചിരുന്നു ഒരാൾ, ഒരു കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഞാനതിന് മറുപടി കൊടുക്കുകയും ചെയ്തിരുന്നു. അതായത് നമ്മളുടെ ഈ എന്താ പറയുക 2026 2027 SEO കരിയർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. പേര് ചിലപ്പോൾ മാറുമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഉണ്ടാവുന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിൻ്റെ അടിയിൽ വന്നിട്ട് നോ എന്ന് പറയുന്ന ആളുകളും ഉണ്ട് കേട്ടോ. SEO ഒരിക്കലും എന്താ പറയുക 2026 നല്ലൊരു കരിയർ ആയിരിക്കില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അവർക്ക് നോക്കുമ്പോൾ ഗൂഗിളിൻ്റെ ഒരു പ്രാധാന്യം കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ അവരങ്ങനെ പറയാനുള്ള സാധ്യത. തീർച്ചയായിട്ടും ബിസിനസ്സുകൾ പിന്നെ ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ബിസിനസ് വെബ്സൈറ്റുകൾ അവരുടെ പ്രൊഡക്റ്റുകളോ സർവീസുകളോ വിസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റുകൾ ഉണ്ടാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്തത് കൊണ്ടോ മാത്രം ആ കണ്ടന്റുകൾ ഓർഗാനിക്കലി വിസിബിൾ ആവില്ല. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഓരോ പ്ലാറ്റ്ഫോമുകൾക്ക് എവിടെയാണോ ആളുകൾ സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ആളുകൾ വേണം. അതൊരിക്കലും ഈ പറഞ്ഞ പോലെ ടൂൾസിന് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ടൂൾസിൻ്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിച്ചു നോക്കുക. കണ്ടന്റ് AI കണ്ടന്റ് എഴുതുന്നു, അതുപോലെ തന്നെ AI അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിനകത്തൊരു സ്ട്രാറ്റജി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എല്ലാ ബ്രാൻഡുകൾക്കും ഒരു ബ്രാൻഡ് സ്റ്റോറി പറയാനുണ്ടാവും. ഈ ബ്രാൻഡ് സ്റ്റോറി പറയണം. അതുപോലെ തന്നെ ഒരു ഇതേ നീഷിലുള്ള ഒരു വെബ്സൈറ്റ്
അല്ലെങ്കിൽ വേറൊരു വെബ്സൈറ്റ് ഇതേ നിഷിലുള്ള മറ്റൊരു വെബ്സൈറ്റ് ചെയ്യുന്ന അതേ സ്ട്രാറ്റജി ഒരുപക്ഷെ നമുക്ക് വർക്കൗട്ട് ആവണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ ഒരു 10 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ആ 10 വർഷം ഇൻഡസ്ട്രിയിലുള്ള ഒരു വെബ്സൈറ്റ് പിന്നെ ഫോളോ ചെയ്ത് പോകുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഒരു കണ്ടന്റ് സ്ട്രാറ്റജി കൊണ്ട് നമുക്ക് ചിലപ്പോൾ മുന്നോട്ട് പോയാൽ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കോമ്പറ്റീറ്റീവ് സ്റ്റഡി വരുമ്പോൾ ചിലപ്പോൾ ഡാറ്റയായിട്ട് ചിലപ്പോൾ ഇതിന് കിട്ടുന്ന ഈ ടൈപ്പ് ഓഫ് കണ്ടന്റ് ആയിരിക്കാം. അപ്പോൾ അത് ചിലപ്പോൾ ഓട്ടോമേറ്റ് ചെയ്ത് കണ്ടന്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവിടെയൊക്കെ ആളുകളുടെ ആവശ്യമുണ്ട്. പക്ഷേ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ആവശ്യം ഇല്ല. ഒരു വാസ്തവമാണ്. അപ്പോൾ അത്തരം ആളുകൾ ചിലപ്പോൾ ഇല്ലാതായി പോയേക്കാം. പക്ഷേ SEOയുടെ സാധ്യത എന്ന് പറയുന്നത് ഇത്തരത്തിൽ സ്ട്രാറ്റജിക്കലായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ തൊഴിലവസരങ്ങൾ വരാനായിട്ട് പോവാണ്. കാരണം എന്തായാലും SEO പേഴ്സൺസ് വേണം. നമുക്ക് നല്ല ടൂൾസ് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള ഒരു കരിയർ ഇതിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയും ചെയ്യും. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടൂൾസ് ഉപയോഗിക്കാനായിട്ട് പഠിക്കണം. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു. അതായത് ഇപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് ഉപയോഗിച്ചിരുന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് കമ്പ്യൂട്ടർ വന്നപ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് പഠിച്ചു. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടല്ല അവരിപ്പോൾ സർജറി ചെയ്യുന്നത്. അതിനൊരു വളരെ പ്രിസിഷൻസ് ആവശ്യമുള്ള സർജറീസിലൊക്കെ ഏറ്റവും പുതിയ ഇപ്പോൾ റോബോട്ടിക് സർജറി പോലുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം അതിനു മുമ്പാണെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും ടൂൾസ് വന്നിട്ടുണ്ട്. ഈ ടൂൾസ് ഉപയോഗിക്കാൻ പറ്റാത്ത പ്രൊഫഷണൽസൊക്കെ ഈ പറഞ്ഞ പോലെ ഔട്ടായി പോയിട്ടുണ്ട്. ആ കാര്യം പോലെ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. SEOയിൽ കുറച്ച് പുതിയ ടൂൾസ് വന്നിട്ടുണ്ട്. ആ ടൂൾസ് വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ആ ഓട്ടോമേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ബിസിനസ്സിന് എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു കൺവേർഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക, ഈ രീതിയിലേക്ക് നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് SEO കരിയർ ചൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ മാത്രമല്ല നല്ല ഏണിങ്സ് ഉണ്ടാക്കാനും പറ്റും. നല്ല സാലറികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള പിന്നെ എന്താ പറയുക ഏണിങ്സ് അവർക്ക് SEO കരിയർ വഴി തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നത് പ്രകാരം ഗൂഗിളിൻ്റെ ഒരു AI മോഡ് അത് വന്നിട്ടുണ്ട്. ഗൂഗിളിൻ്റെ AI ഓവർവ്യൂ നേരത്തെ തന്നെ ഉണ്ട്. നേരത്തെ അത് സെർച്ച് ജനറേറ്റീവ് എക്സ്പീരിയൻസ് എന്നുള്ള പേരിലായിരുന്നു. ഇപ്പോൾ പേര് മാറ്റി AI ഓവർവ്യൂ എന്നാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ChatGPTയിൽ ആളുകൾ സെർച്ച് ചെയ്യുന്നുണ്ട്, പെർപ്ലക്സിറ്റി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നിരവധി AI സെർച്ച് എഞ്ചിൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു റിസൾട്ട് കാണിക്കുന്നുണ്ട്. ഈ റിസൾട്ട് കാണിക്കുന്ന സമയത്ത് ഇതിനകത്ത് നിന്ന് ട്രാഫിക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്നത് വളരെ കുറവാണ്. ഇത് ശരിക്കും നമ്മുടെ ഒരു വെബ്സൈറ്റിനെ മോശമായിട്ട് ബാധിക്കില്ലേ? അത് കറക്റ്റാണ്. കാരണം AI ഓവർവ്യൂ വന്നപ്പോൾ തന്നെ ട്രാഫിക് കുറയുന്നതായിട്ട് പല ആളുകളും പറഞ്ഞിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്കെപ്പോഴും ഒരു ചോദ്യത്തിനുള്ളൊരു ഉത്തരം മിക്കവാറും ഇത് വരുന്നത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്വയറികൾക്കാണ്. അപ്പോൾ നമ്മൾ ഇനി SEO ഈ ട്രാഫിക് എന്നുള്ള രീതിയിൽ കാണുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. യഥാർത്ഥത്തിൽ ഒരാളൊരു ചോദ്യം ചോദിക്കുന്നു, അയാൾക്കൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ വേറൊരു സ്ഥലത്തോട്ട് അന്വേഷിച്ച് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഈ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇപ്പം നമ്മൾ ഡെയിലി ലൈഫിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരാളോടൊരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ AI മോഡൊക്കെ വന്നപ്പോഴേക്ക് AI ഓവർവ്യൂവിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ട്രാഫിക് കിട്ടിക്കൊണ്ടിരുന്നു. AI മോഡിൻ്റെ ഒരു കാര്യം വന്നപ്പോഴേക്ക് ഇപ്പം റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന സ്റ്റഡീസ് പറയുന്നത് അതിൽ നിന്ന് അധികം ഈ പറഞ്ഞ പോലെ ട്രാഫിക്കുകൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്നത് AI ഓവർവ്യൂ എന്നൊക്കെ ട്രാഫിക്കുകൾ വന്നിരുന്നു. AI മോഡെന്ന് ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് ട്രാഫിക്കേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നിലവിൽ SEO എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് സെനേറിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റ് ആളുകൾ വാങ്ങണം, അല്ലെങ്കിൽ നമ്മളുടെ സർവീസ് ആളുകൾ എടുക്കണം. അപ്പോൾ ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരാളുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതായത് ഒരാൾക്കൊരു വിസ വേണം, അല്ലെങ്കിൽ ഒരാൾക്കൊരു എന്താ പറയുക ഇപ്പോൾ ഒരു കമ്പനിയാണ് അറ്റസ്റ്റേഷൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആ അറ്റസ്റ്റേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനി ഏതാണ്, അതിൻ്റെ സ്റ്റെപ്സ് എന്താണ് എന്നൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ നമുക്ക് AI ഓവർവ്യൂ നിന്നോ ജെമിനിയിൽ നിന്നോ AI മോഡൽ നിന്നോ ChatGPT നിന്നൊക്കെ കിട്ടും. ഇത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? അത് ഒരു കമ്പനി തന്നെയാണ് ഫുൾഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ ട്രാഫിക്കുകളും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കൺവേർഷനായിട്ട് പണ്ട് മാറിക്കൊണ്ടിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ സർവീസുകളാണോ കൊടുക്കുന്നത് ആ സർവീസുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതെങ്ങനെയൊക്കെയാണ് ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുക, ഇത്തരം ഡീറ്റെയിൽസൊക്കെ അവർക്ക് AI മോഡൽ വെച്ചായാലും AI ഓവർവ്യൂവിൽ വെച്ചായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ChatGPTയിലോ അവിടെ നിന്നൊക്കെ അവർക്ക് അത്ര ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരവിടെ എഡ്യൂക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ അവർ എന്താ പറയുക എഡ്യൂക്കേറ്റഡ് ആവുന്നു. ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലയൻസ് പിന്നീട് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിയുടെ വെബ്സൈറ്റിലോട്ട് കയറുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നോക്കണം അവിടെ നമ്മളുടെ റേറ്റ് എത്രയാണ്, പ്രൈസ് എത്രയാണ്, നമ്മൾ എത്ര സമയമെടുക്കും ഇത് പ്രോസസ് ചെയ്യാൻ, ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പിന്നെ എന്താ പറയുക സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ബെനിഫിറ്റ്സ്
ഫീച്ചേഴ്സ്, ഇത്തരം കാര്യങ്ങളെല്ലാം, അതിൻ്റെ ഡ്രോബാക്സ് ഇതെല്ലാം അറിഞ്ഞതിന് ശേഷമാണ്. ഇപ്പോൾ ആ കമ്പനി തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ ഡ്രോബാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പല സോഴ്സുകളിൽ നിന്ന് ഇതിൻ്റെ ഡ്രോബാക്ക് എടുത്തവർ കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവയർനെസ് കിട്ടിയ ഒരാൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുമ്പം അതിൻ്റെ എണ്ണം പിന്നെ പിന്നെ കുറഞ്ഞേ വരും. അപ്പോൾ ട്രാഫിക് കുറഞ്ഞാലും നമ്മൾ അവിടെ പാനിക്കാവേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ കുറഞ്ഞ ട്രാഫിക്കിനകത്തൊന്നും നമുക്ക് ആവശ്യമുള്ള ബിസിനസ് കൃത്യമായിട്ട് നടക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ള ബിസിനസ് അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റുകൾ കൃത്യമായിട്ട് വിറ്റ് പോകുന്നുണ്ടോ, ഇത് നമ്മൾ നോക്കണം. അപ്പോൾ അതിന് നമ്മൾ ട്രാഫിക്കിനെ ഒരു വലിയ ഒരു മെട്രിക്കായിട്ട് പരിഗണിക്കേണ്ട ഒരു ആവശ്യമില്ല. ട്രാഫിക് കുറയുന്നതിൽ പാനിക്കാവേണ്ട ഒരു ആവശ്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ട്രാഫിക് കുറഞ്ഞു, അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും കണ്ടന്റുകൾ പബ്ലിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതൊരു തെറ്റായ പ്രാക്ടീസാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റവന്യൂവിൽ കുറവ് വരുന്നുണ്ടോ എന്ന് നോക്കുക. റവന്യൂവിൽ കുറവ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു സ്ട്രാറ്റജി മാറ്റി പിടിക്കണം. കാരണം നമ്മൾക്ക് എല്ലാ രീതിയിലും പ്രസൻസ് വരുന്നില്ല, അല്ലെങ്കിൽ പ്രസൻസ് വരുന്നുണ്ടെങ്കിൽ തന്നെ അത് സാറ്റിസ്ഫൈഡ് അല്ല. അതായത് നമുക്കൊരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട് എഐയിൽ. ആ വിസിബിലിറ്റി ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ ആളുകൾ അതിലേക്ക് ഈ പറഞ്ഞ പോലെ ക്ലിക്ക് ചെയ്ത് വരാതിരിക്കാൻ അവിടെ എന്തോ ഒരു കാരണമുണ്ട്. അതാണ് നമ്മളിനി മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റേതായ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ട്രാഫിക് കുറയുന്നതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല. ഇവിടെ വേറൊരു കാര്യം ചോദിക്കട്ടെ. അതായത് പുതിയൊരു സെനാറിയോയിൽ നമ്മുടെ കണ്ടന്റ്, അതായത് പല പബ്ലിഷേഴ്സും പറയുന്നതാണ് എൻ്റെ കണ്ടന്റ് AI സ്ക്രാപ്പ് ചെയ്ത് അവരുടെ റിസൾട്ടിൽ അവർ സമ്മറി ആയിട്ടൊക്കെ കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ കാണിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അവിടുന്ന് ട്രാഫിക് ഒന്നും വരുന്നില്ല. അപ്പോൾ അവരുടെ ഒരു ബിസിനസ് മോഡലല്ല, അതായത് അവരൊരു ബിസിനസ്സുകാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് പ്രൊഡക്റ്റുകളോ സർവീസുകളോ ഒന്നുമില്ല. അവർ പ്യുവർ നീഷ് സൈറ്റുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നീഷ് സൈറ്റുകളല്ല, അവർ കണ്ടന്റ് ബേസ്ഡ് സൈറ്റുകളാണ്. അപ്പോൾ അത്തരം വെബ്സൈറ്റുകൾ, ആ വെബ്സൈറ്റുകൾക്ക് യഥാർത്ഥത്തിൽ വലിയ ഒരു നഷ്ടമല്ല ഈ AI ഓവർവ്യൂ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള AI സെർച്ച് എഞ്ചിൻസ് ഒക്കെ വന്നതുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് അവർക്കൊരു റിവാർഡ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ പബ്ലിഷേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് എന്ത് ബെനിഫിറ്റാണ് ഇതിനകത്ത് കിട്ടാനായിട്ട് പോകുന്നത്? അതായത് അതൊരു വലിയ ഡിബേറ്റാണ് യഥാർത്ഥത്തിൽ. നേരത്തെ മുതലേ ഉള്ളൊരു സംഭവമാണ് അത്. ഈ AI എത്തിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നൊരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഇത്. AI എത്തിക്സ് എന്ന് പറയുന്ന സമയത്ത് അത് റൈറ്റേഴ്സൊക്കെ നേരത്തെ മുതലേ പറയുന്നുണ്ട്. ഇന്ത്യയിലുള്ള റൈറ്റേഴ്സ് അധികം അതിനെക്കുറിച്ച് ബോധവടല്ല എങ്കിൽ പോലും അമേരിക്കയിലൊക്കെയുള്ള റൈറ്റേഴ്സ്, അവരുടെ റൈറ്റേഴ്സ് ഗിൽഡ് എന്നൊക്കെ പറയുന്ന അസോസിയേഷനൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ശബ്ദിച്ചിട്ടുണ്ട്. അതായത് അവർ പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ആൻസേഴ്സ് ജനറേറ്റ് ചെയ്ത് കാണിക്കുന്നു, അവരുടെ ഡാറ്റ ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ മീഡിയാസും പറഞ്ഞിട്ടുണ്ട് അവരുടെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ കണ്ടന്റ് ഉപയോഗിച്ചിട്ട് ആളുകളുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള റിസൾട്ടുകൾ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊന്നും അവരുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് വരുന്നില്ല. അപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത്തരം വെബ്സൈറ്റുകൾ ഈ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ട് ആളുകൾ വന്ന് കണ്ടന്റ് കണ്ട് വിസിറ്റ് ചെയ്ത് അത് വായിച്ച് നോക്കിയിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് അവർക്കൊരു റവന്യൂ കിട്ടുക, അതിനകത്ത് പബ്ലിഷ് ചെയ്യുന്ന ആഡുകൾ കാണുക, അങ്ങനെ ഒരു റവന്യൂ മോഡൽ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇത്രയധികം വിസിറ്റേഴ്സ് വരുമ്പം ആ വിസിറ്റേഴ്സിൻ്റെ എണ്ണം കാണിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ പുറമേ നിന്ന് പരസ്യങ്ങൾ വാങ്ങുന്ന കമ്പനികളുണ്ട്. ഇങ്ങനെയൊക്കെ അവർക്ക് റവന്യൂ മോഡലുണ്ട്. ഇപ്പോൾ മില്യൺസ് ഓഫ് വിസിറ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പരസ്യങ്ങൾ വാങ്ങുന്ന കമ്പനികളുണ്ട്. ഈ ഗൂഗിളിൽ വരുന്ന ആഡ്സൻസ് അല്ലാതെ മറ്റു രീതിയിലുള്ള പരസ്യങ്ങൾ വാങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഈ ഒരു ട്രാഫിക്കിൽ ഉണ്ടായിരിക്കുന്ന കുറവെന്ന് പറയുന്നത് അവരെ മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇത് ബിസിനസ് വെബ്സൈറ്റുകളുടെ കാര്യമല്ല പറയുന്നത്, ഈ രീതിയിലുള്ള കണ്ടന്റ് വെബ്സൈറ്റുകളുടെ കാര്യം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഉള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണത്, ഞങ്ങൾ എന്തിനാണ് ഇനി കണ്ടന്റ് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു മൂവ്മെന്റ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് ഇത്തരം കണ്ടന്റുകൾ ഈ പറഞ്ഞ AI ബോട്ടിനെ ക്രോൾ ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലേക്ക് അതിനുള്ളൊരു ഫെസിലിറ്റി എനിക്ക് തോന്നുന്നു ഈ ക്ലൗഡ് ഫ്ലെയറിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് AI ബോട്ടുകളെ പ്രിവെന്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ AI ബോട്ടുകൾക്ക് ഈ കണ്ടന്റ് ആക്സസ് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ പല ആളുകൾ ഈ പറഞ്ഞ പോലെ പേവാൾ കണ്ടന്റ് എന്നുള്ള രീതിയിലേക്ക് പല ഇതും മാറുന്നുണ്ട്. പേവാൾ കണ്ടന്റ് മീൻസ് അതായത് കുറച്ച് പോർഷൻസ് നമുക്ക് കാണാൻ പറ്റും, അത് മാത്രമേ സെർച്ച് എഞ്ചിനും കാണാൻ പറ്റൂ. പക്ഷേ ചില കേസുകളിൽ പേവാൾ കണ്ടന്റ് സെർച്ച് എഞ്ചിന് കാണാൻ പറ്റും കേട്ടോ. ചില കേസുകളിൽ അത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിന് കാണാൻ പറ്റാത്ത രീതിയിലേക്ക് കണ്ടന്റിൻ്റെ ഒരു ഭാഗത്തിനെ മാറ്റുക, എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ ഈ പറഞ്ഞ പോലെ അവർക്ക് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ആവശ്യമുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ അവരുടെ വെബ്സൈറ്റിലേക്ക് തന്നെ വരും. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചുറ്റും. ഈ സെർച്ച് എഞ്ചിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു കമ്മ്യൂണിറ്റിയെ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ക്ലൗഡ് ഫ്ലെയർ ഒരു ഡിഫറെൻറ്റ് പ്ലാൻ വെച്ചിട്ടുണ്ട്. അതായത് AI സെർച്ചുകൾക്ക് ഇത്തരം വെബ്സൈറ്റുകൾ ക്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട്
ഇപ്പോൾ അതിനിപ്പോൾ ഇത്ര ക്രോൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് എന്നുള്ള രീതിയിൽ അതിനൊരു പിന്നെ എന്താ പറയുക മാനദണ്ഡം വെച്ചിട്ട് ഒരു എമൗണ്ട് നിശ്ചയിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ആ രീതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും അതിനുള്ള മൂവ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു മോണിറ്റൈസേഷൻ രീതി ആവും അത്. അതൊരു വലിയ ഡിബേറ്റാണ്. അത് ഈ പറഞ്ഞ പോലെ റൈറ്റേഴ്സിൻ്റെ ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു എന്താ അവരുടെ ഒരു ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരെന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, അവരുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന ഒരു വലിയ കാര്യമാണ് AI വന്നപ്പോൾ. ഇവിടെ AI എത്തിക്സിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പം ഈ പറയുന്ന ഒരു റൈറ്റേഴ്സിൻ്റെയും പെർമിഷൻ ഇല്ലാതെയാണ് ഇവരുടെ കണ്ടന്റുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് AIയുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള എത്തിക്കൽ ഇഷ്യൂസ് ഒരുപാടുണ്ട്. അത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വലിയ കമ്പനികളൊന്നും അവരുടെ ഡാറ്റ AIക്ക് കൊടുക്കുന്നില്ല. അതൊരു വലിയ സത്യമാണ് കേട്ടോ. വലിയ കമ്പനികൾ ഒരിക്കലും അവരുടെ ഡാറ്റ കൊടുക്കുന്നില്ല. അവരൊന്നും ഈ ഓട്ടോമേഷൻ എന്നുള്ള രീതിയിലേക്ക് പോകുന്നുമില്ല. പിന്നെ ഈ പിരിച്ചുവിടുന്ന കഥകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾ ഈ പറഞ്ഞ പോലെ നാരോ ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയധികം ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ടാസ്കുകൾ പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കമ്പനികളാണ് പലപ്പോഴും ആ രീതിയിലുള്ള പിരിച്ചുവിടൽ നടക്കുന്നത്. ഇപ്പോൾ വലിയ കമ്പനികളിൽ നടക്കുന്ന പിരിച്ചുവിടൽ പലപ്പോഴും ഇപ്പോൾ നമ്മൾ തന്നെ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുണ്ട്. AIയെ മറയാക്കിയിട്ട് മറ്റു പല കാരണങ്ങൾക്കും വേണ്ടിയിട്ട് പിരിച്ചുവിടുന്നതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ വാസ്തവം എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും കുറച്ചൊക്കെ അതിനകത്ത് സത്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം വലിയ കമ്പനികൾ ഇത്തരത്തിലുള്ള ആ ക്രെഡിബിലിറ്റി, അതായത് ഇപ്പോൾ ChatGPT ആയാൽ പോലും ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ മാത്രം ഓൺ ഡാറ്റാസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ക്രെഡിബിലിറ്റി ChatGPT ഉണ്ടാക്കിയെടുത്തിട്ടില്ല, അല്ലെങ്കിൽ OpenAI ഉണ്ടാക്കിയെടുത്തില്ല അവരുടെ പ്രോജക്റ്റ്. ഇപ്പോൾ DeepSeek അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാനസ് ഇങ്ങനെയൊക്കെയുള്ള AI ടൂളുകൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഡാറ്റ കൈകാര്യം ചെയ്യുന്നത് പിന്നെ വളരെ എത്തിക്കലായിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് എന്നുള്ള രീതിയിൽ ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കമ്പനികളൊന്നും ഇത് ഈ പറയുന്ന പോലെ ഇത്തരം ഡാറ്റ അവർക്ക് ഓപ്പണായിട്ട് വിട്ടു കൊടുക്കുന്നില്ല. അതൊരു നഗ്നമായ സത്യമാണ്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ AI എത്തിക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇതൊക്കെ ചോദ്യമായിട്ട് വരുന്നത് വെച്ചാൽ, ഇപ്പോൾ പല കമ്പനികൾക്കും ഈ പറഞ്ഞ പോലെ പല രാജ്യങ്ങൾക്കും ഒരു കമ്പ്യൂട്ടർ പോളിസി നയമുണ്ട്, IT പോളിസി ഉണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു AI ഒരു പോളിസി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പല രാജ്യങ്ങൾക്കും ഇല്ലാത്തൊരു വലിയ വിഷയമാണ്. അതെ അതെ, ഇത് വേറൊരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഇതിന് ഈ പറഞ്ഞ പോലെ നമ്മളുടെ കണ്ടന്റിന് ചുറ്റുന്ന ഈ പറഞ്ഞ പോലെ നമ്മുടെ കണ്ടന്റ് ആസ്വദിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്കിതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. പല മലയാളം മാധ്യമങ്ങൾ പോലും ഇപ്പോൾ ഈവൻ മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങൾ പോലും ഈ രീതിയിലേക്ക് അവർ സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്കൊക്കെ മാറുന്നുണ്ട്. ഓൺലൈൻ പത്രം നേരത്തെ മാറിയിരുന്നു, ഇപ്പോഴും ഈ പറഞ്ഞ പോലെ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിലേക്ക് അവർ കൂടുതൽ ഈ പറഞ്ഞ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇവിടെ നിന്ന് വരുന്ന റവന്യൂ കുറയുന്നുണ്ട്, ആ രീതിയിലേക്ക് അവർ മാറുന്നുണ്ട്. തീർച്ചയായിട്ടും അതായിരിക്കും അതിൻ്റെ ഒരു ഭാവി എന്ന് പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ ആ കണ്ടന്റിനെ മോണിറ്റൈസേഷൻ ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ പല ആളുകളും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ 0 ക്ലിക്ക് റിസൾട്ട് അല്ലെങ്കിൽ പൊസിഷൻ 0 എന്നൊക്കെ പറയുന്നത്. ശരിക്കും എന്താണ് ഈ 0 ക്ലിക്ക് റിസൾട്ട് അല്ലെങ്കിൽ ഈ 0 ക്ലിക്ക് പൊസിഷൻ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഓക്കെ, അത് പറയാം. അതൊരു നല്ല ചോദ്യമാണ്. അതായത് 0 ക്ലിക്ക് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ വന്നത് നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. നേരത്തെ ഉണ്ട് ആക്ച്വലി. അതായത് നമ്മുടെ ഈ ഫീച്ചേർഡ് സ്നിപ്പറ്റിലൊക്കെ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ക്ലിക്ക് ചെയ്യാതെ തന്നെ ആൻസർ കാണാനായിട്ട് പറ്റും. ഇത് ടെക്നിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പിന്നെ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നു, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ പറഞ്ഞ പോലെ ഒരു റിസൾട്ട് കാണിക്കുന്നു. ഈ റിസൾട്ടിൽ നമുക്കറിയേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. പിന്നെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊരു വെബ്സൈറ്റിലോട്ട് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ അവിടെ ഒരു ക്ലിക്ക് നടക്കുന്നില്ല. അപ്പോൾ ഇത്തരം അവസ്ഥയാണ് ഈ പറഞ്ഞ പോലെ 0 ക്ലിക്ക് റിസൾട്ടുകൾ എന്ന് പറയുന്നത്. ആളുകൾ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ അവർക്ക് റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. ഇതിനെ ഈ പറഞ്ഞ പോലെ പൊസിഷൻ 0 എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ ഈ ആൻസേർഡ് സ്നിപ്പറ്റുകൾ അല്ലെങ്കിൽ ഫീച്ചേർഡ് സ്നിപ്പറ്റ്, ആൻസർ ബോക്സ് എന്നൊക്കെ പറയുന്ന ഈ സംഭവങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ പൊസിഷൻ 0 പൊസിഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 0 ക്ലിക്ക് റിസൾട്ട് എന്ന് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ AI ഓവർവ്യൂ ഒക്കെ വന്നപ്പോഴേക്ക് അതിൻ്റെ എന്താ പറയുക ഏറ്റവും വലിയ രൂപത്തിലേക്ക് മാറി, ഏറ്റവും ഇൻറ്റൻസീവായിട്ടുള്ള രൂപത്തിലേക്ക് മാറി ഈ 0 ക്ലിക്ക് റിസൾട്ട് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കോമ്പറ്റ് ചെയ്യുന്നത്, നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ ഇപ്പോൾ കോമ്പറ്റ് ചെയ്യുന്നത് ഈ ട്രഡീഷണൽ SEOയുടെ കാര്യത്തിൽ കോമ്പറ്റ് ചെയ്യുന്നത് ഈ AI ഓവർവ്യൂവിനോടാണ് ഗൂഗിളിൽ. അപ്പോൾ ആ 0 ക്ലിക്ക് റിസൾട്ടിനോടാണ് നമ്മൾ കോമ്പറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു വിസിബിലിറ്റി കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഗൂഗിൾ അതിനെ മറികടക്കാനായിട്ട്, കാരണം അവരുടെ ഒരു വലിയ ബിസിനസ് സിസ്റ്റം കൂടിയാണ്. ആളുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടുന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് പബ്ലിഷേഴ്സ് കണ്ടന്റുകൾ പബ്ലിഷ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഈ പറഞ്ഞ പോലെ സൈറ്റേഷൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ രീതിയിൽ അവർ സൈറ്റേഷൻസ് കൊടുക്കുന്നുണ്ട്, ആഡ്സ് കൊടുക്കുന്നുണ്ട്, സ്പോൺസേർഡ് ആഡുകൾ കൊടുക്കുന്നുണ്ട് അതിനകത്ത്. ഈ 0 ക്ലിക്ക് അല്ലെങ്കിൽ AI ഓവർവ്യൂവിൻ്റെ അകത്തൊക്കെ അവർ ആഡുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ AI മോഡിനകത്ത് ഈ പറഞ്ഞ പോലെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ 0 ക്ലിക്ക് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്, ഒരാൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറേ റിസൾട്ടുകൾ കണ്ടു, അതിൽ ഈ പറഞ്ഞ പോലെ ക്ലിക്ക് ചെയ്യാതെ ആദ്യം കാണിക്കുന്ന ആ റിസൾട്ട്, ആദ്യം കാണിക്കുന്നതെന്നില്ല കേട്ടോ യഥാർത്ഥത്തിൽ. നമ്മളിപ്പോൾ ആദ്യമാണ് കാണുന്നത്, ക്ലിക്ക് ചെയ്യാതെ തന്നെ അയാൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ
അവിടെ നിന്ന് തന്നെ വായിച്ച അയാളുടെ പ്രോബ്ലംസ് ഒക്കെ പിന്നെ എന്താ പറയുക അയാൾക്ക് തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം റിസൾട്ടുകളെ നമുക്ക് സീറോ ക്ലിക്ക് റിസൾട്ട് എന്നാണ് പൊതുവെ പറയുന്നത്. ഓക്കെ. ഇപ്പോൾ വേറൊരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ പല ആളുകളുടെയും കൺസേൺ എന്ന് പറയുന്നത് ഈ AI സെർച്ച് വരുന്ന സമയത്ത് വലിയ ബ്രാൻഡുകൾക്ക് മാത്രമേ അതിനകത്ത് വിസിബിലിറ്റി കിട്ടുന്നുള്ളൂ എന്ന് ചില ആളുകൾ പരാതിയായിട്ട് പറയുന്നുണ്ട്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു കൺസേൺ ഉണ്ട്. അതിൻ്റെ ഒരു വാസ്തവം എന്താണ്? അങ്ങനെ നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ബിഗ് ബ്രാൻഡുകൾ മാത്രമാണ് AI സെർച്ചിൽ വിസിബിൾ ആകുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ AI സെർച്ചിൻ്റെ നിലവിലുള്ള ഒരു അൽഗോരിതം എന്ന് തന്നെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അതൊരു പാറ്റേൺ ആണ്. ആക്ച്വലി ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ആണ് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് എങ്കിൽ പോലും ലാർജ് ലാംഗ്വേജ് മോഡലുകൾ ഈ പറഞ്ഞ പോലെ ഒരു മാത്തമാറ്റിക്കൽ മോഡലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇതിനെ വർക്ക് ചെയ്യുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പാറ്റേണിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ അൽഗോരിതം എന്നുള്ള നേരത്തെയുള്ള ട്രഡീഷണൽ സെർച്ചിലുള്ള ഒരു അൽഗോരിതം പോലെ അല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു പ്രോബബിലിറ്റി വെച്ചിട്ടാണ് പലപ്പോഴും ഇത് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോബബിലിറ്റിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ബ്രാൻഡ് അതോറിറ്റിയാണ്, ബ്രാൻഡ് മെൻഷൻസ്. അപ്പോൾ എവിടെയൊക്കെ ഒരു കമ്പനി മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ നിലവിലുള്ള ഒരു അവസ്ഥയിൽ അറിയാലോ, വലിയ വലിയ കമ്പനികൾക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ പല സ്ഥലങ്ങളിലും മെൻഷൻസ് ഉണ്ട്. ആ മെൻഷൻസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബ്രാൻഡ് മെൻഷൻ കൂടിയ കമ്പനികൾക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള വലിയ കമ്പനികൾക്കാണ് ഇപ്പോൾ ബ്രാൻഡ് മെൻഷൻസ് കൂടിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് ആ ബ്രാൻഡ് മെൻഷൻസ് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ പറഞ്ഞു പറഞ്ഞത് എന്താ വെച്ചാൽ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഈ പറഞ്ഞ പോലെ വലിയ കമ്പനികൾ അങ്ങനെ റിസൾട്ടിൽ വരാനുള്ള ഒരു കാരണം അതാണ്. ബ്രാൻഡ് മെൻഷൻസ് ഒരു പ്രധാനപ്പെട്ട ഒരു ട്രംപ് കാർഡായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു തുറുപ്പ് ചീട്ടെന്നുള്ള രീതിയിലേക്ക് ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടറായിട്ട് വരുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ വലിയ കമ്പനികളിലെ സൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ആൻസർ കൂടുതൽ വിസിബിൾ ആകുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ AI പിന്നെ സെർച്ച് എഞ്ചിൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കാണിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറും. അപ്പോൾ അവിടെ കോണ്ടക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്, ചോദിക്കുന്ന ആളുടെ കോണ്ടക്സ്റ്റ്. അപ്പോൾ വലിയ ബ്രാൻഡുകൾക്ക് മാത്രമേ വിസിബിൾ ആവാൻ പറ്റൂ എന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പിന്നെ സെർച്ച് കുറച്ചുകൂടെ പേഴ്സണലൈസ്ഡ് ആകുന്നുണ്ട്. അതായത് ഓരോ ആളുകളും അവരവരുടെ പ്രോബ്ലം ആണ് സെർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ പ്രോബ്ലംസ് ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ആ അസുഖം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളായിരിക്കില്ല മറ്റൊരാൾ അതേ അസുഖം വന്നു കഴിഞ്ഞാൽ അനുഭവിക്കാൻ സാധ്യതയുള്ളത്. ചില കോമൺ പിന്നെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സഫറിങ്സ് ഉണ്ടായേക്കാമെങ്കിൽ പോലും ഇൻഡിവിജ്വൽ ഈ പറഞ്ഞ പോലെ പേഴ്സൺ ടു പേഴ്സൺ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറിയേക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ പരിഗണിച്ചിട്ടായിരിക്കും സെർച്ചുകൾ നടക്കുക. ആ സെർച്ചുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ പേഴ്സോണ അല്ലെങ്കിൽ ഈ പറഞ്ഞ പേഴ്സോണ, ഇൻഡിവിജ്വൽ പേഴ്സോണ ആ വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല, പേഴ്സോണ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റുകൾ അവരുടെ പ്രോബ്ലംസിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റെലവൻസ് സ്കോർ നമുക്ക് കൂടും. ഈ ബ്രാൻഡ് മെൻഷൻസ് എന്ന് പറയുന്ന ഒരു പരിധി വരെയാണ് കേട്ടോ ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഈ റെലവൻസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പോൾ നമുക്ക് അതിനകത്തൊരു സാധ്യതയുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം. ആളുകൾക്ക് വേണ്ടിയിട്ട്, ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ട് പോലും നമ്മൾ ചിലപ്പോൾ SEO ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടായേക്കാം. നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് അവരെ കൂടി പരിഗണിക്കണം. ജനറിക്കായിട്ട് നമ്മൾ SEO ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ മാറേണ്ടതായിട്ട് വരും. ഇതിനെ ശരിക്കും പറഞ്ഞാൽ ബയർ പേഴ്സോണ SEO എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് അതിനെക്കുറിച്ച് ഞാൻ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വരുന്ന പിന്നെ ഈ പറഞ്ഞ പോലെ പോഡ്കാസ്റ്റിൽ ഈ പറഞ്ഞ പോലെ ബയർ പേഴ്സോണ SEO കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാം. അതെന്താണ്, എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ രീതിയിലേക്കൊരു ഇത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആൻസർ ഒരാളുടെ ചോദ്യത്തിന് റെലവൻ്റ് ആണ് എന്ന് നമുക്ക് വരുത്തി തീർക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അത്രയും വലിയ ബ്രാൻഡൊന്നും ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവരുടെ ഒരു AI സെർച്ചിൻ്റെ വിസിബിലിറ്റിയിലേക്ക് നമുക്കും കയറി വരാൻ പറ്റും. അതത്ര ഈ പറഞ്ഞ പോലെ ഒരു വലിയ ഹിമാലയൻ ടാസ്കോ ഒരു ബാലികേറ മലയോ ഒന്നുമല്ല. ഇവിടെ നിങ്ങൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഒരു പോഡ്കാസ്റ്റിനകത്ത്, അതായത് കീവേഡ് മരിച്ചു എന്ന് പറയുന്നുണ്ട്. ആ കീവേഡ് മരിച്ചു എന്ന് പറയുന്നത് ഏത് കോണ്ടെക്സ്റ്റിലാണ് യഥാർത്ഥത്തിൽ നിങ്ങളത് പറയുന്നത്? ഇപ്പോഴും ആളുകൾ സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കീവേഡ്സിന് പ്രാധാന്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് കീവേഡ് മരിച്ചു അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്? ഓക്കെ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും ഈ പറഞ്ഞ പോലെ ചില ആളുകൾ കീവേഡ് മരിച്ചു എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്ന് വെച്ചാൽ, ഗൂഗിൾ ഇപ്പോഴും സ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ ഒരു 10 ബ്ലൂ ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഗൂഗിൾ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. കോമറ്റിലേക്ക് നിങ്ങൾ പോവുക, കോമറ്റ് എന്നുള്ള സെർച്ച് എഞ്ചിനിലേക്ക് പോവുക. അത് ഈ പറഞ്ഞ പോലെ പെർപ്ലക്സിറ്റി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പിന്നെ എന്താ പറയുക
ഒരു തലച്ചോറുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിന്തിക്കുന്ന ബ്രൗസർ എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. അത് നമുക്ക് വേണ്ടി എന്ത് ടാസ്കുകളും ചെയ്തു തരും. അത് ഏജന്റിക് ബ്രൗസർ എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ട് ടാസ്കുകൾ അത് ചെയ്തു തരും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് അതിന് അസിസ്റ്റൻ്റ് ഉണ്ട്, ഒരു സൈഡിൽ അസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ ആ അസിസ്റ്റൻ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ടാസ്കുകൾ ചെയ്യാൻ പറ്റും. ആ ഒരു സെർച്ച് എഞ്ചിൻ എന്നുള്ള രീതിയിലേക്കല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും അത് നമ്മളെ അസിസ്റ്റൻ്റായിട്ട് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഇത് ഒരു തുടക്കമാണ്, ഒരു ഷിഫ്റ്റാണ്. അതായത് ഒരു സാധാരണ ഒരു സെർച്ച് എഞ്ചിനിൽ നിന്ന് ഒരു ഏജന്റിക് സെർച്ച് എഞ്ചിനിലേക്കുള്ള ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണിത്. ഈ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഇത് സോൾവ് ചെയ്ത് തരുന്നത് നമുക്ക് പ്രോബ്ലംസിനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് കീവേഡ്സ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അതിനെ ഗൂഗിൾ വെന്റിലേറ്ററിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ശരിക്കും പറഞ്ഞാൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെന്റിലേറ്ററിൽ നിർത്തിയിട്ടുണ്ട്. കാരണം ഗൂഗിളിൻ്റെ ഒരു റവന്യൂ സിസ്റ്റം ഉണ്ട്, ഒരു ആഡ് മോഡലുണ്ട്. ആ മോഡൽ എന്ന് പറയുന്നത് ഈ 10 ബ്ലൂ ലിങ്കുകൾ കാണിക്കുകയും അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ പിന്നെ അഡ്വർടൈസ്മെന്റ് കാണിക്കുകയും ചെയ്യുന്നത് അവരുടെ ഒത്തിരി കാലങ്ങളായിട്ടുള്ള ഒരു റവന്യൂ മോഡലും കൂടിയാണ്. ആ റവന്യൂ മോഡലിന് പെട്ടെന്നൊരു മാറ്റം അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് മാത്രമല്ല, ഈ ഗൂഗിൾ ആഡിനകത്ത് കീവേഡ്സ് വലിയ ഒരു ഇമ്പോർട്ടൻസ് പിന്നെ വഹിക്കുന്നുണ്ട്. അതിനൊരു വലിയ റോളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കീവേഡ്സിൻ്റെ ഒരു പ്രാധാന്യം പോയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കീവേഡ് റിസർച്ച് ആ രീതിയിൽ നടക്കുന്നുമുണ്ട്. പിന്നെ എന്തിൻ്റെയും ബേസ് ഈ പറഞ്ഞ പോലെ ആളുകൾ സെർച്ച് ചെയ്യുന്ന കീവേഡ്സ് നമ്മൾ ആ ഷിഫ്റ്റ് വലിയ രീതിയിൽ വന്നു കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ നോക്കുക ജെൻസികൾ സെർച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അത്തരം ആളുകൾ സെർച്ച് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾക്കിപ്പോൾ സെർച്ച് കൺസോളിനകത്ത് നോക്കുക, നമുക്ക് വരുന്ന ചില ക്വയറീസ് നോക്കുക. ആ ക്വയറീസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഷിഫ്റ്റ് നമുക്ക് മനസ്സിലാവും. അത് ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ ബോട്ട്സിൻ്റെ ക്വയറീസ് വരുന്നുണ്ട്. ഈ ടൂളുകൾ എച്ച്റഫ് പോലുള്ള ടൂളുകൾ നമ്മുടെ വെബ്സൈറ്റ് സ്ക്രൈപ്പ് ചെയ്യുന്ന സമയത്ത് വരുന്ന ചില ടൈപ്പ് ഓഫ് ക്വയറീസ് ഉണ്ട്. അതല്ലാതെ തന്നെ ആളുകൾ സെർച്ച് ചെയ്യുന്ന ചില ടൈപ്പ് ഓഫ് ക്വയറീസ് വരുന്നുണ്ട്. ആ ക്വയറീസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുമാത്രമല്ല, പലപ്പോഴും ഈ പറഞ്ഞ പോലെ കോൺവെർസേഷനിലാണ് ഈ ChatGPT അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പെർപ്ലെക്സിറ്റി ഇങ്ങനെയുള്ള AI സെർച്ച് എഞ്ചിൻ അല്ലെങ്കിൽ ന്യൂ സെർച്ച് എഞ്ചിൻസ്, മോഡേൺ സെർച്ച് എഞ്ചിൻസ് ഒക്കെ ഒരു കോൺവെർസേഷണൽ രീതിയിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് കൂടുതലായിട്ട് കോണ്ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കീവേഡ് ടൈപ്പ് ചെയ്യുന്നതിന് പകരം കൂടുതൽ കോണ്ടെക്സ്റ്റുകൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രശ്നം ഇതാണ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്, പിന്നെ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് സൊല്യൂഷനാണ് ആഗ്രഹിക്കുന്നത് അതും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു ബയാസും ഉണ്ടാകും കേട്ടോ. ഇതിന് ആൻസർ തരുന്ന രീതിയിൽ നമുക്ക് പറ്റിയ രീതിയിലുള്ളൊരു സൊല്യൂഷൻ ഇതിന് പറഞ്ഞു തരികയും വേണം. അപ്പോൾ ആ രീതിയിലൊക്കെ അത് പിന്നെ എന്താ പറയുക, ഒരു കോണ്ടെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് കിട്ടേണ്ട ഒരു ഇൻപുട്ടിനെ കുറിച്ചുള്ള ഔട്ട്പുട്ടിനെ കുറിച്ചുള്ള ഏകദേശ സൂചന, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ. അപ്പോൾ ഇതിനകത്തു നിന്നെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മളുടെ പാസ്റ്റ് സെർച്ച് ഹിസ്റ്ററി ഇതും കൂടെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു ആൻസർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കീവേഡിൻ്റെ റോള് വളരെ കുറവാണ്. നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഈ കീവേഡിനനുസരിച്ച് ഓപ്റ്റിമൈസ് ചെയ്താൽ മാത്രം പോരാ. ഒരാളൊരു പ്രോബ്ലം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എല്ലാ പോസിബിളായിട്ടുള്ള ആൻസേഴ്സും ഒരു AI സെർച്ച് എഞ്ചിൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ടോപ്പിക് ഫസ്റ്റ് SEO അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ടോപ്പിക്ക് അതിൻ്റെ എല്ലാ തരത്തിലും കവർ ചെയ്തുകൊണ്ടുള്ള SEO എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പോൾ അവിടെയാണ് നമ്മൾ പ്രോബ്ലം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കേണ്ടത്. ആളുകൾ എന്ത് പ്രോബ്ലം അന്വേഷിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത് കീവേഡ് ഈ പറഞ്ഞ പോലെ മരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും അത് ഈ പറഞ്ഞ പോലെ മരിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗൂഗിൾ അതിനെ വെന്റിലേറ്ററിൽ നിർത്തിയിട്ടുണ്ട്, അതിന് ജീവനുണ്ട്. ആ ജീവൻ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്കിത് മരിച്ചു എന്ന് ഇപ്പോഴും പറയാനായിട്ട് പറ്റാത്തത്. ഇത് പൂർണ്ണമായിട്ടും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കീവേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ AI സെർച്ചിനെ കുറിച്ച് പറഞ്ഞു, AI ഓവർവ്യൂവിനെ കുറിച്ച് പറഞ്ഞു, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ബിസിനസ് ചെയ്യുന്ന സ്മോൾ ബിസിനസ് ഓണേഴ്സ് അവരുടെ ഒരു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഇത് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ? നേരത്തെ പോലുള്ള SEO ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ബെനിഫിറ്റ് കിട്ടുമോ അവർക്ക് യഥാർത്ഥത്തിൽ? അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് ഓണേഴ്സിന് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒന്നായി മാറുമോ യഥാർത്ഥത്തിൽ ഈ ഒരു SEO റിസൾട്ട് എന്ന് പറയുന്നത്? ഇല്ല, അങ്ങനെ സ്മോൾ ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ബ്രാൻഡുകൾ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഇതിനകത്ത് പോസിബിലിറ്റി ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞു ബിസിനസ് ഓണേഴ്സിന് വലിയ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ പിന്നെ ഇതിൻ്റെ ഒരു ലോജിക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ ഒരാളൊരു പ്രോബ്ലം സെർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം സെർച്ച് ചെയ്യുന്നു. അതിന് പല രീതിയിലുള്ള ഉത്തരങ്ങൾ ജനറേറ്റ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഒരു അവയർനെസ് ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് ഒരു ലാപ്ടോപ്പ് വേണം, ഏത് ലാപ്ടോപ്പാണ് നല്ലതെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ അധികം കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ വളരെ വേഗമായിട്ടുള്ളൊരു ഉത്തരമായിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് കോണ്ടെക്സ്റ്റുകൾ അവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കും. ആ സമയത്ത്
നമുക്ക് ഒരൊറ്റ ആൻസറായിട്ട് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് സാധ്യതയില്ല, പല ടൈപ്പ് ഓഫ് ആൻസറുകൾ കിട്ടും. അപ്പോൾ ഇവിടെ ഈ AI സെർച്ച് എഞ്ചിൻ പലപ്പോഴും ആൻസേഴ്സ് എടുക്കുന്നത് ഒരൊറ്റ വെബ്സൈറ്റിൽ നിന്ന് മാത്രമല്ല. നേരത്തെ നമുക്ക് ഫസ്റ്റ് പൊസിഷനിൽ ഒരു ഒറ്റ വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് ആൻസർ കിട്ടിക്കൊണ്ടിരുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെബ്സൈറ്റിൽ നിന്ന്. പിന്നെ സെക്കൻഡ് പൊസിഷനിലാണ് അടുത്ത വെബ്സൈറ്റ് വരിക. ഇവിടെ ആ സീറോ ക്ലിക്ക് എന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യം തരുന്ന ഇവർ സമ്മറൈസ് ചെയ്ത് തരുന്ന ആ റിസൾട്ടിനകത്ത് തന്നെ പലപ്പോഴും പല വെബ്സൈറ്റുകളിൽ നിന്നായിട്ട് കളക്ട് ചെയ്തിരിക്കുന്ന ആൻസേഴ്സ് കാണും. അവിടെ നേരത്തെ നമുക്കൊരു വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പ് പൊസിഷനിലേക്ക് വരണം. അതായത് ആദ്യത്തെ ഒരു 10 അല്ലെങ്കിൽ ഒരു 5 പൊസിഷനിലേക്കെങ്കിലും വന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു വിസിബിലിറ്റി കിട്ടൂ. പക്ഷേ ഇവിടെ നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 20 പേജിൽ വരുന്നില്ല എന്ന് തന്നെ വിചാരിക്കാം, പക്ഷെ നമ്മുടെ ആ പർട്ടിക്കുലർ ആൻസർ റെലവൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ 20 പേജിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓവറോൾ വെബ്സൈറ്റിൻ്റെ അതോറിറ്റി, നമ്മുടെ മൊത്തം ബാക്ക്ലിങ്കിൻ്റെ സ്കോർ, ഇതെല്ലാം പരിഗണിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ വരിക. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സെർച്ചിൻ്റെ കേസിലേക്ക് വരുമ്പം, ഇപ്പോൾ ഒരു പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ ഇത് വെയിറ്റ് ഗെയിനിന് പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് റെലവൻ്റായ രീതിയിൽ നമ്മളൊരു കണ്ടൻറ്റ് ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആ കാറ്റഗറിയിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ് ആണെന്നുണ്ടെങ്കിൽ അത് പിക്ക് ചെയ്തിട്ട് ചിലപ്പോൾ എടുക്കാനുള്ള ഒരു സാധ്യത ഭയങ്കര കൂടുതലാണ്. വേറെ ഒരു കാര്യമുണ്ട്, അതായത് ഇപ്പോൾ നിലവിലുള്ളൊരു സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇതിന് ചിന്തിക്കരുത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ അത് കുറേയൊക്കെ മാറാനായിട്ട് പോവാണ്. അപ്പോൾ നിലവിൽ ഈ ചിന്തിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒന്ന് AI ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്ന ഡാറ്റ വെച്ചിട്ടാണ് പലപ്പോഴും ആൻസർ ജനറേറ്റ് ചെയ്യുന്നത് ഒരു പരിധി വരെ. അപ്പോൾ ഈ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്ന ഡാറ്റാസ് എല്ലാം മേജർ ബ്രാൻഡുകളുടെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിലെ അതോറിറ്റിയുള്ള വെബ്സൈറ്റുകളുടെയും, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ചില ഫോറങ്ങൾ, റെഡിറ്റ്, കോറ പോലുള്ള ഫോറങ്ങൾ, പിന്നെ വലിയ ഡാറ്റാ സെൻറ്റേഴ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ്, ഇതെല്ലാം വെച്ചിട്ടാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് റിയൽ ടൈം ഡാറ്റയിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ എന്താ പറയുക, ഒരു റിട്രീവൽ ഓഗ്മെൻറ്റഡ് ജനറേഷൻ എന്ന രീതിയിലേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ റാങ്ക് ചെയ്ത് വരുന്ന പല വെബ്സൈറ്റുകളെയും അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റുകളെ തന്നെയാണ് നോക്കുന്നത്. പക്ഷെ അത് മാത്രം പോരാ, AI സെർച്ചിൻ്റെ അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ റെലവൻ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റിനെ ഈ പറഞ്ഞ പോലെ നിലവിൽ ആക്സസ് ചെയ്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള സോഴ്സുകളിലേക്കും പോയിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ അത്യാവശ്യം നമ്മൾ വീക്കാണെന്ന് വിചാരിക്കാം, പക്ഷേ നമ്മൾ നല്ല രീതിയിൽ യൂട്യൂബ് കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ പോസിബിലിറ്റി അല്ലേ. അപ്പോൾ നമുക്ക് പല സ്ഥലത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രസൻസ് ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ എവിടെയെങ്കിലും നമ്മുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ഈ മൾട്ടി മോഡൽ സെർച്ച് എന്ന് പറയുന്ന ഇതിനകത്തേക്ക് ഒരു പോസിബിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ ആൻസർ മാത്രം കാണിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന് പലതരം ആൻസേഴ്സ് ഗൂഗിൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജെമിനി, AI മോഡ്, ChatGPT, പെർപ്ലക്സിറ്റി, ഇവരൊക്കെ കമ്പൈൻ ചെയ്തിട്ട് സിന്തസൈസ് ചെയ്തിട്ട് ആൻസേഴ്സ് കാണിക്കുമ്പോൾ പല ആളുകൾക്കും അതിനകത്തൊരു സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ ബിസിനസ് ആയാൽ പോലും അവരുടെ കൊടുക്കുന്ന കണ്ടൻറ്റ് ആ പർട്ടിക്കുലർ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ പറ്റിയ റെലവൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് എന്നവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അത് ഈവൻ വെബ്സൈറ്റിലല്ല, പക്ഷേ അതൊരു യൂട്യൂബ് വീഡിയോയിലാണ് അവരത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവിടെ നിന്നും ഒരു പക്ഷേ ഈ ബ്രാൻഡിനെ മെൻഷൻ ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ അങ്ങനെ ഒരു വലിയ സാധ്യത ഇവിടെ തുറന്നു കിട്ടുന്നുണ്ട്. അതാണ് പറഞ്ഞത്, ഈ പറഞ്ഞ പോലെ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബിസിനസ്സുകാർക്ക്. ഇത് കോംപ്ലക്സ് ആവുന്നു എന്ന് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ ആ കാര്യമാണ്. അതായത് കോംപ്ലക്സ് ആകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നിലവിൽ ചെയ്തു വന്നൊരു പ്രാക്ടീസ് ഉണ്ട്. ചിലപ്പോൾ ഒരു 5000 രൂപയൊക്കെ കൊടുത്ത് ഒരാളെ ഇരുത്തിയിട്ട് ഈ വെബ്സൈറ്റ് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്തേക്കൂ, ഡെയിലി കുറച്ച് ബാക്ക് ലിങ്കൊക്കെ ചെയ്തേക്കൂ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ നിന്ന് മാറും. ഒരു ബെസ്റ്റ് ഇന്ന് സർവീസ് എന്ന് പറയുമ്പം നമ്മുടെ വെബ്സൈറ്റിൽ ഒരുപാട് ബെസ്റ്റാണ് എന്ന് പറയുന്നത് കൊണ്ട് ഒരുപക്ഷെ AI നമ്മളെ സജസ്റ്റ് ചെയ്യണമെന്നില്ല ഇനി അങ്ങോട്ട്. പകരം AI എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ റിവ്യൂ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ ട്രിപ്പ് അഡ്വൈസറോ ഒക്കെ പോയി നോക്കിയിട്ട് ആളുകൾ ഇതിനെക്കുറിച്ചിട്ട് നല്ലത് തന്നെയാണോ പറയുന്നത്, നമ്മുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല, ആളുകൾ ഈ ബിസിനസ്സിനെ കുറിച്ച് നല്ലത് തന്നെയാണോ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കും. അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല റിവ്യൂ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ട്രിപ്പ് അഡ്വൈസറിലോ അല്ലെങ്കിൽ പല പ്ലാറ്റ്ഫോമുകളിൽ, ഗൂഗിൾ മാത്രമല്ല, ഫേസ്ബുക്കിൽ, ഫേസ്ബുക്കിൽ, അതുപോലെ തന്നെ റിവ്യൂ കിട്ടാവുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും, ഇപ്പോൾ ട്രസ്റ്റ് പൈലറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഏതൊക്കെ ബിസിനസ്സുകൾ, ഇപ്പോൾ ഒരു ബിസിനസ്സിന് എവിടെയൊക്കെ റിവ്യൂ കളക്ട് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ റിവ്യൂസ് കളക്ട് ചെയ്യാം. ഇനി അവരുടെ എക്സ്പീരിയൻസ് നമ്മുടെ വെബ്സൈറ്റിലും നമുക്ക് ഷോക്കേസ് ചെയ്യാം, അവരുടേതായ രീതിയിൽ ഷോക്കേസ് ചെയ്യാം. നമ്മൾ ബെസ്റ്റ് എന്ന് പറയുന്നതിന് പകരം അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് റിയലായിട്ട് നമ്മുടെ വെബ്സൈറ്റിനകത്തും ഷോക്കേസ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു രീതിയിൽ ഒരു പ്രാധാന്യമുള്ള റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ആ രീതി,
ഒരു SEOക്കാർ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കംഫർട്ട് സോൺ, ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയ രീതിയിലേക്ക് ഒരു 360 ഡിഗ്രി ഒരു അപ്രോച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ നമ്മളുടെ ഒരു എന്താ പറയുക സ്മോൾ ബിസിനസ് ഓണേഴ്സിന് വലിയ ബ്രാൻഡുകളേക്കാൾ വലിയ ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത്. കാരണം എന്താ പറയുക, പലപ്പോഴും നിങ്ങൾക്ക് അറിയാം ഈ സ്മോൾ ബ്രാൻഡുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. നീഷ് ബേസ്ഡ് സൈറ്റുകളൊക്കെ അല്ലെങ്കിൽ എക്സ്ട്രീം നീഷ് സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം സൈറ്റുകളൊക്കെ പലപ്പോഴും ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോബ്ലം, ചില പർട്ടിക്കുലർ പിന്നെ ബയർ പേഴ്സണുള്ള ആളുകളെ ആയിരിക്കും കൂടുതലായിട്ട് അവർ ടാർഗറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ അവർക്കൊരു വലിയ അതോറിറ്റി കിട്ടാനായിട്ട് പോവുകയാണ്. അത്തരത്തിലുള്ള റെലവൻറ്റ് കണ്ടന്റ് ഈ വെബ്സൈറ്റിലാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും ഇവർക്കൊരു വലിയ ഒരു അപ്പർ ഹാൻഡ് വരും കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഇതൊരു കോംപ്ലക്സ് പ്രോസസ്സ് അല്ല അവരെ സംബന്ധിച്ചിടത്തോളം. ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ സ്മോൾ ബിസിനസ് ഓണേഴ്സ് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ ബിസിനസ് ഓണേഴ്സിനും സ്റ്റുഡൻസിനും പ്രൊഫഷണൽസിനും വേണ്ടിയിട്ട് ഒരു SEO ഇക്കോ സിസ്റ്റം എന്നുള്ള ഒരു പരിപാടി കൊണ്ടുവരികയാണ്. അതായത് സ്റ്റുഡൻസിന് SEO പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക, പ്രൊഫഷണൽസിനാണെന്നുണ്ടെങ്കിൽ അവരുടെ SEO നോളജ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, പക്ഷേ ബിസിനസ് ഓണേഴ്സിന് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്വൈസുകൾ കിട്ടുക. അതോടൊപ്പം തന്നെ അവർക്ക് നല്ല പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യാൻ പറ്റുക. ബിസിനസ് ഓണേഴ്സിന് മാത്രമല്ല ഏജൻസി ഓണേഴ്സിനും നല്ല പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. ഈ രീതിയിലേക്കൊരു SEO ഇക്കോ സിസ്റ്റം നമ്മൾ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അതിൽ നമ്മളുടെ ഓർഗാനിക് ഗ്രോത്ത് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സിലുള്ള സ്റ്റുഡൻസ് ആണ് ആദ്യത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ അവസരമുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു ചെറിയ പേയ്മെൻ്റ് ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. സബ്സ്ക്രിപ്ഷൻ മോഡലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ, ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ബിസിനസ് ഓണേഴ്സിന് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.